നമുക്ക് ഈ ഒരു പാർട്ടിൽ നോക്കാനുള്ളത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ആണ്. അതായത് ഈ ഒരു പാർട്ടിൽ നമ്മൾ മൊത്തം ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്, അതായത് തരംതിരിക്കുന്നത്, എങ്ങനെയായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര നാൾ കൊണ്ട് നമുക്ക് തിരിച്ച് ഈ മുടക്കിയ പൈസ നമുക്ക് തിരിച്ച് കിട്ടും, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് ഈ ഒരു ടോപ്പിക്സിൽ നിന്ന്, അതായത് ഈ ഒരു പാർട്ടിൽ നിന്ന് എന്തായാലും നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടുന്നതായി. നമുക്കത് എസ് എ പാർട്ടിലായിരിക്കും 90% ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. പ്രധാനമായിട്ട് 2 തരത്തിലുള്ള മെത്തേഡ്സാണ് നമുക്കിവിടെ ഉള്ളത്. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ടെക്നിക്സ് ആണ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ടൈം വാല്യൂ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം മോഡേൺ ടെക്നിക്സിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ടൈം വാല്യൂ എന്ന് പറഞ്ഞ ഫാക്ടർ കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ട്രഡീഷണൽ ടെക്നിക്സിൽ പഠിക്കാനുള്ള 3 എണ്ണമാണ്. അതിലേക്ക് വരുമ്പോൾ പേ ബാക്ക് പീരീഡിൽ നമുക്ക് 2 പഠിക്കാനുണ്ട്. അതായത് പേ ബാക്ക് പീരീഡ് മെത്തേഡും പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡുമാണ്. ഈ ഒരു 2 ടോപ്പിക്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിലൊരു ചോദ്യം ചോദിക്കാവുന്നതാണ്. മോഡേൺ ടെക്നിക്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, അതേപോലെ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഇതുപോലത്തെ മെത്തേഡ്സ് ഉണ്ട്. ഈ 3 നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിനെ ഫസ്റ്റ് മെത്തേഡാണ്, പേ ബാക്ക് മെത്തേഡാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കിതൊരു എസ് എ പാർട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു തിയറി ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ള രീതിക്ക്. അപ്പോൾ ആ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. പേ ബാക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാനൊരു 10,000 രൂപ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര നാൾ കൊണ്ട് എനിക്ക് മുടക്കിയ പൈസ തിരിച്ച് കിട്ടാൻ പറ്റും, അല്ലെങ്കിൽ മുടക്കിയ പൈസ എത്ര നാൾ കൊണ്ട് എനിക്ക് തിരിച്ച് കിട്ടും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് പേ ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട് പേ ബാക്ക്. ഓക്കെ, അപ്പോൾ ഫോർമുല എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, PBP, അതായത് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. നോട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോയുടെ കാര്യമാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ എടുക്കാം. അതായത് ഞാനൊരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അതിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് 5 lakhs ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഓരോ കൊല്ലവും കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് 1 lakh വെച്ചാണ്. ഓക്കെ, അപ്പം നമ്മൾ സിമ്പിളായിട്ട് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര നാൾ കൊണ്ട് എനിക്കിത് തിരിച്ച് കിട്ടും, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ 5 lakhs ഇതൊക്കെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓരോ കൊല്ലവും കിട്ടുന്നത് ഓരോ ലാക്ക് വെച്ചാണ്, അതായത് ഓരോ ലക്ഷം രൂപ വെച്ചാണ് തിരിച്ച് കിട്ടുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 5 ഡിവൈഡഡ് ബൈ 1 എനിക്ക് 5 കൊല്ലം കൊണ്ടായിരിക്കും എന്ത് എനിക്ക് മുടക്കിയ മുതൽ തിരിച്ച് കിട്ടുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം തന്നെയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെഫിനിഷനൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി എഴുതുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പേ ബാക്ക് പീരീഡ് ഈസ് ദ ടൈം റിക്വയർഡ് ടു റിക്കവർ ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ദ പ്രൊജക്ട് ക്യാഷ് ഇൻഫ്ലോ. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ അല്ലെങ്കിൽ എത്ര കൊല്ലങ്ങൾ കൊണ്ട്, എത്ര മാസങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ മണി ഇൻവെസ്റ്റ് ചെയ്ത മണി എനിക്ക് തിരിച്ച് കിട്ടുന്നു. PBP ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. നമ്മളിവിടെ ഡിസിഷൻ എടുക്കുന്നത്, അതായത് 2 പ്രൊജക്റ്റ് തന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഏറ്റവും കുറവ് നമുക്ക് ഏത് പ്രൊജക്റ്റിനാണോ കിട്ടുന്നത് അതിനെയായിരിക്കും നമ്മൾ ഏറ്റവും റിസ്ക് കുറവുള്ളതെന്ന് പറയുന്നത്, അല്ലേ? അതിന് കാരണം എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ മുടക്കി ഇപ്പോൾ 5 ലക്ഷം രൂപ ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് 1 കൊല്ലം കൊണ്ട് ആ 5 ലക്ഷം രൂപ മുഴുവൻ കിട്ടുന്നതാണോ നല്ലത്, അതോ 2 കൊല്ലം കൊണ്ട് എനിക്ക് 5 ലക്ഷം രൂപ മുഴുവൻ കിട്ടുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും 1 കൊല്ലം കൊണ്ട് കിട്ടുന്നതാണ്. കാരണം എന്താണ്, ഞാൻ ആ 1 കൊല്ലം കൊണ്ട് എനിക്ക് 5 ലക്ഷം രൂപ മുടക്കിയ പൈസ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അടുത്ത കൊല്ലം തൊട്ട് വരുന്ന എന്താണ്, എനിക്ക് ലാഭമാണ്, അല്ലേ? സോ അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് ഷോർട്ടർ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് ലെസ് റിസ്ക് ആണ്, അല്ലെങ്കിൽ ബെറ്റർ പ്രൊജക്റ്റ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ കരുതുന്നത് 2 പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വരും. പേ ബാക്ക് പീരീഡ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും നല്ല പ്രൊജക്റ്റ് ഏതാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ്സിൽ നിന്നെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പ്രോബ്ലം വരുന്ന 2 കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് നോക്കാം. ഇവിടെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം ഇങ്ങോട്ടേക്ക് വരുന്ന കാശ് എന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലം, അതായത് എനിക്ക് ആദ്യത്തെ കൊല്ലം എനിക്ക് 1 ലക്ഷം രൂപ കിട്ടി, രണ്ടാമത്തെ കൊല്ലം എനിക്ക് അതേപോലെ തന്നെ 1 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക, മൂന്നാമത്തെ കൊല്ലം 1 ലക്ഷം രൂപ കിട്ടി. സോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോ എന്നിലേക്ക് വരുന്ന ക്യാഷ് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്ന ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. എ പ്രൊജക്ട് ഇൻവോൾവ് ക്യാഷ് ഔട്ട്ലേ. ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ 5 lakh rupees ആയിരുന്നു. ഓക്കെ, ആൻഡ് ജനറേറ്റ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് 1 lakh ഫോർ ആനുവലി ഫോർ 7 years. ഓക്കെ, അപ്പോൾ 7 കൊല്ലത്തിന് എനിക്ക് ഓരോ ലക്ഷം രൂപ ഓരോ കൊല്ലം എന്ന രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. സോ നമ്മളോട് പറഞ്ഞേക്കാണെങ്കിൽ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റനാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വേറെ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, നമ്മുടെ ഫോർമുല നമുക്കറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള 5 lakh എഴുതി ഡിവൈഡഡ് ബൈ നമ്മുടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ് നമ്മൾ എഴുതുന്നത്. സോ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ്ലി 1 ലക്ഷമാണ്. നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 years എന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, അല്ലേ? ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 5 കൊല്ലം കൊണ്ട് നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടെന്നാണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ കേസ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അതായത് അൺഈക്വൽ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ ആണെന്ന് വിചാരിക്കാം. അതായത് എനിക്ക് ഒരു കൊല്ലം 1000 രൂപ കിട്ടി, രണ്ടാമത്തെ കൊല്ലം എനിക്ക് 1500 രൂപ കിട്ടി, ചിലപ്പോൾ മൂന്നാമത്തെ കൊല്ലം 1000 രൂപ കിട്ടിയില്ല, ജസ്റ്റ് ഒരു 900 രൂപ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 800 രൂപ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേരി ചെയ്യുന്ന ഒരു കേസിലാണ് അൺഈക്വൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർമുലയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. എൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. ഇവിടെ എൻ്റെ ഇൻഫ്ലോ എന്ന് പറയുന്നത് ഇയർ 1-ൽ 10,000 രൂപയാണ്. ഇയർ 2-ലേക്ക് വന്നപ്പോൾ അത് 15,000 രൂപയായി. ഇയർ 3-ലെത്തിയപ്പോൾ 25,000 രൂപയായി. ഇയർ 4-ൽ എനിക്ക് 30,000 രൂപയാണ്. ഇയർ 5-ലും എനിക്ക് 30,000 രൂപ തന്നെയാണ്. നമ്മളോട് ചോദിച്ചേക്കുന്ന ഇത്രേ ഉള്ളൂ, എനിക്ക് എത്ര നാളും കൊണ്ട് മുടക്കിയ പൈസ തിരിച്ചു കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഈ 1 ലക്ഷം രൂപ എനിക്ക് എത്ര നാൾ കൊണ്ട് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. എൻ്റെ ആദ്യത്തെ കൊല്ലം എനിക്ക് എത്ര രൂപയുണ്ട് കയ്യിൽ? 0 rupees ആയിരുന്നു അല്ലേ? അവിടെ നിന്നും എനിക്ക് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇയർ 1-ൽ എനിക്ക് 10,000 രൂപ കിട്ടി. ഓക്കെ, അപ്പോൾ എനിക്ക് 10,000 രൂപ ഓൾറെഡി വന്നിട്ടുണ്ട്. എപ്പം? ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പം. പിന്നെ അതിനുശേഷം ഇയർ 2-ലേക്ക് എത്തിയപ്പോൾ എനിക്ക് അഗെയിൻ ഒരു 15,000 രൂപ കൂടി കിട്ടി. ദാറ്റ് ഈസ് നമ്മൾ അപ്പം നമ്മുടെ കയ്യിൽ മൊത്തം എത്രയുണ്ട്? നേരത്തെ 10 ഉണ്ട്, ഇപ്പോഴത്തെ 15 ഉണ്ട്. സോ അങ്ങനെ 25 രൂപ എനിക്ക് എപ്പോൾ കിട്ടി? എനിക്ക് സെക്കൻഡ് ഇയറിൽ കിട്ടി. ഓക്കെ, അതിനുശേഷം തേർഡ് ഇയറിലേക്ക് വന്നപ്പോൾ എന്താണ്? എനിക്ക് അഗെയിൻ 27,000 അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 25 കൂടി നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന 25 രൂപ നമ്മൾ പ്ലസ് ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര വന്നു? എനിക്ക് 50 വന്നു. 50,000 രൂപ എനിക്ക് എപ്പോൾ വന്നു? തേർഡ് ഇയർ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടി. ഓക്കെ, അഗെയിൻ എൻ്റെ ഫോർത്ത് ഇയറിലേക്ക് പോയപ്പോൾ എനിക്ക് അഗെയിൻ 30,000 rupees കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അഗെയിൻ ഞാൻ ഈ 30,000 കൂട്ടുവാണ്. സോ 50, 30 എത്രയാണ്? 80 വന്നിട്ടുണ്ട്. എപ്പം? എനിക്ക് ഫോർത്ത് ഇയറിലെത്തിയപ്പോൾ. ഓക്കെ, അപ്പോൾ 80,000 രൂപ എനിക്കിപ്പോൾ ഫോർത്ത് ഇയറിലെത്തിയപ്പോൾ അതിന് കിട്ടിയിട്ടുണ്ട് കയ്യിൽ. അതിനുശേഷം ഫിഫ്ത്ത് ഇയറിലേക്ക് അഗെയിൻ 30 എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അഗെയിൻ ഞാൻ ഇതിലേക്ക് കൂട്ടി. അപ്പം 80ഉം 30 എന്ന് പറഞ്ഞാൽ 110 എന്ന് പറഞ്ഞാൽ എന്താണ്? 110K എന്ന് പറഞ്ഞാൽ 1,10,10,000 രൂപയാണ്. അപ്പോൾ നമുക്ക് മുടക്കിയത് എത്രയാണ്? 1 ലക്ഷം രൂപയേ ഉള്ളൂ. അഗെയിൻ നമുക്ക് 5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര രൂപ കിട്ടി? 1,10,10,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സാക്റ്റ്ലി 1 ലക്ഷം രൂപ എനിക്ക് എത്ര നാൾ കൊണ്ട് കിട്ടുമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫോർത്ത് ഇയറിൽ എത്തിയപ്പോഴത്തേന് എത്ര രൂപയാണ് കിട്ടിയത്? നമുക്ക് 80,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 80,000 രൂപ കഴിഞ്ഞ് അടുത്ത കൊല്ലപ്പടി കഴിഞ്ഞപ്പം എനിക്ക് 1,10,10,000 രൂപയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഫോർത്ത് ഇയർ ഫുള്ളായിട്ട് എന്തായാലും വേണം. അതേസമയം 5 കൊല്ലം എനിക്ക് മൊത്തം വേണ്ട അല്ലേ? അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. എനിക്ക് 4 ഇയർ എന്തായാലും വേണം. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് ഇയർ കൂടി വേണം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിളാണ്. ഈ ഒരു രീതിയിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിനി എത്ര രൂപ വേണം? നമുക്ക് 80,000 രൂപ കിട്ടി. ഇനി 1 ലക്ഷത്തിൽ നിന്ന് എനിക്ക് 20,000 രൂപ കൂടി വേണം. അപ്പോൾ അതിനെ നമ്മൾ മുകളിൽ എഴുതുക. 20,000 ഈസ് 20,000 ഞാൻ എഴുതി 2 ആണ്. 20,000 ഉണ്ട്. എനിക്ക് ആ ഇയറിൽ എത്ര രൂപയാണ് എനിക്ക് ഇൻഫ്ലോ വരുന്നതെന്ന് നോക്കുക. ആ ഇയറിൽ എനിക്ക് വന്നിരിക്കുന്നത് എത്ര? 30,000 രൂപയാണ്. ഓക്കെ, 30,000 താഴെ എത്ര മാസമാണ് നമുക്കൊരു കൊല്ലമുള്ളൂ? നമുക്കറിയാം അത് 12 ആണ്. അപ്പോൾ നമ്മളതിനെ ഇൻറ്റു ചെയ്യാം. ഇത് നമ്മളിത് ഡിവൈഡ് ചെയ്യാം. 0 ഞാൻ മൊത്തം വെട്ടി ഇത് എത്തി. അപ്പോൾ നമുക്ക് 2/3 × 12 എന്ന് കിട്ടി. സോ ഞാൻ ഈ 3 വെട്ടി ഇവിടെ ഞാൻ ചെയ്തു. എനിക്ക് 4 കിട്ടി. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 2 × 4 ദാറ്റ് ഈസ് 8 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ? 8 months കൂടി നമുക്ക് വേണം. അപ്പോൾ നമ്മൾ 4 ഇയർ വേണം പ്ലസ് നമുക്ക് 8 months കൂടി വേണം. ഓക്കെ, അപ്പം 4 കൊല്ലം 8 മാസം കൊണ്ടാണ് എനിക്ക് കൃത്യം 1 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു കിട്ടുന്നത്. ഇതാണ് നമ്മളവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഒരു ഇക്വേഷൻ ആയിട്ട് വേണേൽ പഠിച്ചു നോക്കാം. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇത്രേ ഉള്ളൂ, ഓർത്ത് വെക്കേണ്ട ഇത്രേ ഉള്ളൂ. എനിക്ക് കൂട്ടി പോകാം. അതായത് കുമുലേറ്റീവായിട്ട് ഞാൻ കൂട്ടിയെടുക്കുക. എപ്പോൾ വരെ കൂട്ടണം? എനിക്ക് ഇനി ഒരു കാര്യം കൂടി കൂട്ടി കഴിഞ്ഞാൽ ഇനി ഒരു കൊല്ലത്തെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എമൗണ്ടിനേക്കാളും കൂടി പോകുന്നിടം വരെ ഞാൻ കൂട്ടുക. തൊട്ട് മുമ്പ് വെച്ച് ഞാൻ നിർത്തുക. അതിനുശേഷം എനിക്ക് ബാക്കി ഇനി ഒരു കൊല്ലം ഫുള്ളായിട്ട് എനിക്ക് വേണ്ട. അപ്പോൾ എനിക്ക് ആ ഒരു ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഇനി എത്ര രൂപ കിട്ടാനുണ്ട്? ഈ ഒരു കേസിൽ നമുക്കത് 20K ആയിരുന്നു. നമ്മൾ ഡിവൈഡ് ചെയ്യുക. ആ കൊല്ലം എനിക്ക് എത്ര രൂപയാണ് മരമെന്ന് ആലോചിക്കുക. സോ എനിക്ക് 30,000 ആണ്. സോ 30K ചെയ്യുക. ഇൻറ്റു നമുക്ക് മാസങ്ങളിലേക്കാണ് ആക്കാനുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ 12 ചെയ്യുന്നത്. ഡയറക്റ്റ്ലി കാൽക്കുലേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ആദ്യമേ ചെയ്യുക. ഇവിടെ ഒരു ബ്രാക്കറ്റ് എടുക്കുക. അതിനുശേഷം മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ്ലി നമുക്കിവിടെ 8 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് 4 കൊല്ലവും അതിന് കൂടെ എനിക്ക് 8 മാസം കൊണ്ട് എനിക്ക് 1 ലക്ഷം രൂപ തിരിച്ചു കിട്ടി. എനിക്ക് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തായിട്ട് ഈ മെത്തേഡ്സിൻ്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷനും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് തിയറിയിൽ ഒരു എസ്സേ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ കാര്യങ്ങൾ കൂടി മെൻഷൻ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് വളരെ സിമ്പിളാണ്. അതേസമയം ലിമിറ്റേഷൻ്റെ നമുക്ക് പറയാവുന്നതാണ്. നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സിലെല്ലാം നമുക്ക് പറയാവുന്ന ഒരു ലിമിറ്റേഷനാണ് ടൈം വാല്യൂ എന്ന് പറയുന്ന ഫാക്ടർ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതേപോലെ നമുക്കറിയാം ഈ പേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോയിനെ കുറിച്ച് നമ്മളിവിടെ നോക്കുന്നില്ല. അതായത് നിങ്ങൾ ജസ്റ്റ് ആ 1 ലക്ഷം രൂപ കിട്ടുക എന്നുള്ളതാണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. ആ 1 ലക്ഷം രൂപ വന്നു കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ നോക്കുന്നില്ല. ആ ഒരു കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനെ കൂടി നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്
അടുത്ത മെത്തേഡ്, അതായത് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് എന്ന് പറയാം. അടുത്ത മെത്തേഡാണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് എന്താ, എത്ര കാലം കൊണ്ട് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കവർ ചെയ്തു. ഓക്കെ, അതിനുശേഷം അതായത് ഏതാണോ നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്നത് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നോ, ഇല്ലായിരുന്നു. അപ്പം അതിനെ കൂടി കൺസിഡർ ചെയ്യുന്നതാണ് നമ്മുടെ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓൾ ക്യാഷ് ഇൻഫ്ലോ ആണ് ഡ്യൂറിങ് ദ പ്രൊജക്ട് ലൈഫ്. നമ്മുടെ ബ്രേക്ക് ഈവൻ വരെയുള്ള കാര്യങ്ങളല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ബാക്കി എത്രത്തോളം നാൾ നമുക്ക് പ്രൊജക്റ്റ് ഉണ്ടോ, എത്രത്തോളം നമുക്ക് പൈസ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ക്യാഷ് ഇൻഫ്ലോ നമുക്ക് അൺഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഇക്വേഷൻ നോക്കാം. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഈക്വൽ ടു ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. എപ്പം അൺഈക്വൽ ആണെന്നുണ്ടെങ്കിൽ. അതേസമയം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ആനുവൽ ഇൻഫ്ലോയിനെ പ്രൊജക്ട് ലൈഫ് മൈനസ് PBP ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ടേം നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുന്നു, അതിനുശേഷം ആനുവൽ ഇൻഫ്ലോയിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. എന്ന് പറയാൻ ഇത്രേ ഉള്ളൂ. നമുക്ക് അൺഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടിയേക്കുന്ന എല്ലാ കൊല്ലങ്ങളുടെയും എമൗണ്ട്, അതായത് ടോട്ടൽ ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ സം ചെയ്തെടുക്കുന്നു. നമുക്ക് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ കിട്ടി, അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാവുന്നതാണ്. ഇനി അതല്ല ഇൻഫ്ലോ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ആനുവൽ ഇൻഫ്ലോ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ പ്രൊജക്ട് ലൈഫ് എത്ര കൊല്ലമാണോ അത് നമ്മൾ PBP എന്ന് പറഞ്ഞാൽ എന്താണ്, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പേ ബാക്ക് പീരീഡ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. എനിക്കൊരു 10,000 രൂപ വെച്ച് എല്ലാ കൊല്ലവും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. സോ എനിക്ക് എത്ര നാൾ കൊണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് കിട്ടി എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ കണ്ടുപിടിക്കുന്നത്. അതിനെ നമ്മുടെ പ്രൊജക്ട് ലൈഫിൽ നിന്ന് കുറച്ചു, അതായത് എനിക്ക് 5 കൊല്ലത്തേന് ഇതേപോലെ ഒരു 10,000 രൂപ വെച്ച് തരുന്നു എന്ന് വിചാരിക്കുക ഒരു പ്രൊജക്റ്റിൽ നിന്ന്. ഓക്കെ, എൻ്റെ പോസ്റ്റ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, എനിക്കൊരു 2 കൊല്ലം കൊണ്ട് എൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കവർ ചെയ്തു എന്ന് എടുത്തു എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കറിയാം ഈ ബാക്കി വരുന്ന 3 കൊല്ലമാണ് എൻ്റെ കയ്യിലേക്ക് വരുന്ന പൈസ, അതായത് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന പൈസ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ജസ്റ്റ് ആലോചിച്ച് നോക്കാൻ പറ്റുന്നവർ എങ്ങനെ ആലോചിച്ച് നോക്കുക. ഇനി അതല്ല ജസ്റ്റ് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രോബ്ലം ആയിട്ട് അടിച്ചു നോക്കുക. നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിലേതാണ് ഏറ്റവും നല്ല പ്രൊജക്റ്റ് എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. നമുക്ക് 2 പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, നമുക്കിവിടെ പ്രൊജക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, ഞാനിതൊരു ക്വസ്റ്റ്യൻ പോലെ തന്നിട്ടില്ല. പ്രൊജക്റ്റ് ചെയ്യുടെ ഡീറ്റെയിൽസ് നോക്കാം. പ്രൊജക്റ്റ് ചെയ്യിലേക്ക് വരുമ്പോൾ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്, ആനുവൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് 20,000 ആണ്, ലൈഫ് എന്ന് പറയുന്നത് 8 years ആണ്. ഓക്കെ, പ്രൊജക്ട് ബിയിൽ നമുക്ക് 1 ലക്ഷം രൂപ തന്നെയാണ് അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻഫ്ലോ എന്ന് പറയുന്നത് 30,000 വെച്ച് 3 yearsനും അതിനുശേഷം 10,000 വെച്ച് 5 yearsനാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് 8 year തന്നെയാണ്. സോ നമുക്ക് ആദ്യമേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം നമുക്ക് PBP കണ്ടുപിടിക്കണം അല്ലേ. PBP കണ്ടുപിടിക്കാൻ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ നമ്മുടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5 year എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. സോ 10/2 ദാറ്റ് ഈസ് 5 years എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് സ്റ്റെപ്പ് 2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാനുള്ളതാണ്. സോ നമുക്ക് ഇക്വേഷൻ അറിയാവുന്നതാണ്. ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ജസ്റ്റ് ആനുവൽ ഇൻഫ്ലോയിൽ നിന്ന് പ്രൊജക്ട് ലൈഫ് മൈനസ് PBP എന്ന് പറഞ്ഞ ടൈം മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് കൊടുക്കാം. സോ നമ്മുടെ 20,000 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മുടെ 8 - 5 ദാറ്റ് ഈസ് 3 ആണ്. സോ 20,000 × 3 ദാറ്റ് ഈസ് 60,000 ആണ് നമ്മുടെ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രൊജക്റ്റ് A എന്ന് പറയുന്നത് 60,000 രൂപയാണ് റിക്കവറിക്ക് ശേഷം ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പ്രൊജക്റ്റ് A ബിയിലേക്ക് പോകാം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്, ഇൻഫ്ലോ എന്ന് പറയുന്നത് 30,000 രൂപയാണ്, ഏത് 3 കൊല്ലത്തിന്, അതിനുശേഷം 10,000 രൂപയാണ് 5 കൊല്ലത്തിന്, ലൈഫ് എന്ന് പറയുന്നത് 8 കൊല്ലം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് PBP കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ, ആവശ്യമില്ല. കാരണം എന്താണ്, നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അൺഈക്വൽ ആണോ നമുക്കിവിടെ ഇൻഫ്ലോ എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കുറച്ചാൽ മതി. സോ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ ആദ്യമേ കണ്ടുപിടിക്കണം, അതിൽ നിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഡയറക്റ്റ്ലി മൈനസ് ചെയ്യാം. സോ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഇവിടെ 3 കൊല്ലത്തേന് 30,000 രൂപ തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ എന്താണ്, 3 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് 30,000 × 3 ദാറ്റ് ഈസ് 90,000 രൂപ 90K എന്ന് പറയുന്നതായിരിക്കും എൻ്റെ 3 കൊല്ലത്തെ വരവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലോ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് ഒരു ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ ആ ടൈം പീരീഡിലുള്ള നമ്മോട് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ 10,000 രൂപ വെച്ച് 5 കൊല്ലത്തിനോട് കിട്ടുന്നുണ്ട്. സോ എന്ന് പറഞ്ഞാൽ ഈ 90ൻ്റെ കൂടെ 50K കൂടി വരും, എന്ന് പറഞ്ഞാൽ 50,000 രൂപ കൂടി വരും. സോ മൊത്തം നമുക്ക് ഇവിടെ വരുന്നത് 140K അല്ലെങ്കിൽ 1,40,000 രൂപയാണ് നമുക്ക് 8 year എന്ന് പറഞ്ഞ പീരീഡിൽ നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ഡയറക്റ്റ്ലി ഇക്വേഷനിൽ കൊടുക്കാൻ നമുക്ക് ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി അല്ലേ. ആ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 1,40,000 രൂപയാണ്. അതിൽ നിന്ന് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 1 ലക്ഷം രൂപയാണ്. സോ അത് ഡയറക്റ്റ്ലി മൈനസ് ചെയ്യാൻ നമുക്ക് 40,000 രൂപ എന്ന് കിട്ടി.
അപ്പോൾ ഈ 40,000 രൂപയാണ് നമ്മളുടെ ആഫ്റ്റർ റിക്കവറിക്ക് നമുക്ക് കിട്ടുന്നത്. ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ PBP എടുത്തുകൊണ്ടാണ് പ്രൊജക്ട് ബിയിലും ഞാൻ PBP എടുത്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് പ്രൊജക്ട് ബിയിൽ PBPയുടെ ആവശ്യമില്ല. സോ ഇത്ര മാത്രം ഓർത്ത് നോക്കുക. നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആനുവൽ ഇൻഫ്ലോയിനെ പ്രൊജക്ട് ലൈഫ് മൈനസ് PBP എന്ന് പറയുന്നത് വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അതല്ല അൺഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാം. അപ്പോൾ ഇത്രയും മാത്രം ഓർത്ത് നോക്കുക. ഈ 2 ഇക്വേഷനാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള മെത്തേഡാണ് ആവറേജ് റേറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയാം. ARR മെത്തേഡ് എന്ന് പറയാം. ഇത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഇക്വേഷൻ നോക്കുക. ARR ഈക്വൽ ടു ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. അത് നമുക്ക് പെർസെൻറ്റേജിലാക്കണം എന്നുണ്ടെങ്കിൽ ഇൻറ്റു 100 കൂടി ചെയ്യാം. സോ ഇവിടെ വരുമ്പോൾ ബാക്കിയുള്ള മെത്തേഡ്സ് നമ്മളിവിടെ ഇതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനെല്ലാം യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്ന ടൈമാണ്. സോ അതുകൊണ്ടാണ് നമ്മളിതിനെ അക്കൗണ്ടിങ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറയാൻ എന്താണ്, പ്രോഫിറ്റ് എടുക്കുന്നത് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ടാക്സ് ഇതുപോലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ക്യാഷ് ഇൻഫ്ലോ മാത്രമല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം മാത്രമേ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഫോർമുല നോക്കാം. ARR ഈക്വൽ ടു ആവറേജ് ആനുവൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കാം. ഇതിനെ രണ്ടിനെയും കൂടി നമ്മൾ റേഷ്യോ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് പെർസെൻറ്റേജിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻറ്റു 100 കൂടി ചെയ്യാം. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. സോ ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ 10 കൊല്ലത്തെ പ്രോഫിറ്റ് ഇത്ര രൂപയാണ്. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആ തന്നേക്കുന്ന രൂപ ഇപ്പോൾ ഒരു 10,000 രൂപയാണ് എനിക്ക് 10 കൊല്ലം കൊണ്ട് കിട്ടിയ പ്രോഫിറ്റ് എന്നത്. ആ 10,000 ഡിവൈഡ് ബൈ എനിക്ക് എത്ര കൊല്ലം ആയിക്കോ, 2 കൊല്ലം ആണെന്നുണ്ടെങ്കിൽ 10 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ആവറേജ് ആനുവൽ പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ വേറെ പാടുന്നില്ല അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമുക്ക് 1,00,000 രൂപ ഞാൻ മുടക്കി. അപ്പോൾ ആ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടും എടുക്കണം. അത് കൂടാതെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞൊരു ടൈം കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരും സ്ക്രാപ്പ് വാല്യൂ എന്താണ്? അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഞാനൊരു TV മേടിച്ചു അല്ലെങ്കിൽ ഒരു മെഷീൻ മേടിച്ചു. അതിനെനിക്ക് മൊത്തം ചിലവെന്ന് പറഞ്ഞാൽ 1,00,000 രൂപ വന്നു. ഞാനിതൊരു 5 കൊല്ലത്തിന് ഉപയോഗിച്ചു. എനിക്ക് 5 കൊല്ലം ഞാൻ ഉപയോഗിച്ചു, ഞാൻ പെർഫെക്റ്റായിട്ട് ഉപയോഗിച്ചു. അതിനുശേഷം എനിക്ക് TV മടുത്തു, അല്ലെങ്കിൽ ഇതിന് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എനിക്കിതിനെ വിൽക്കാം അല്ലേ, എനിക്കിതിന് ആവശ്യമില്ല. പക്ഷേ ഞാനിത് വിൽക്കുവാണ്. സോ ആ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഈ സാധനത്തിനെ ഞാൻ തിരിച്ച് വിറ്റപ്പോൾ എനിക്ക് കിട്ടിയൊരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് ഒരു 10,000 രൂപയാണെന്ന് ഇരിക്കട്ടെ. സോ ആ എമൗണ്ടിനെയാണ് നമ്മളിവിടെ പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് ആ എക്സാമ്പിൾ മാത്രം ഓർത്ത് നോക്കാം. അതായത് ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ആൻ അസറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് യൂസ്ഫുൾ ലൈഫ്. നമ്മൾ യൂസ്ഫുൾ ആയിട്ട്, അതായത് നമ്മളൊരു TV മേടിച്ചു, നോർമലായിട്ട് നമ്മളത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിന് എന്തെങ്കിലും പ്രശ്നം വരും അല്ലേ? അല്ലെങ്കിൽ അത് നമുക്ക് അതിൻ്റെ യൂസ് ഇല്ല. സോ എന്ന് പറയാൻ നമ്മുടെ യൂസ് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ഈ സാധനം തിരിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അല്ലെങ്കിൽ ആ എമൗണ്ടിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്ന് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇത് കൂടി നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ കൂട്ടി അതിനെ നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഡിവൈഡ് ബൈ 2 ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ഈ ഒരു വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്യുക. തന്നെ അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് നമ്മുടെ മെയിൻ ഫോർമുലയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. പെർസെൻറ്റേജിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെർസെൻറ്റേജ് കൂടി കണ്ടുപിടിച്ച് കൊടുക്കുക. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം, കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ARR മെത്തേഡ് വഴി 2 പ്രൊജക്റ്റിനെ അനലൈസ് ചെയ്യുക. അതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് നിങ്ങളോട് പറയാമെന്നുള്ള രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ARR എന്നത് ഏതാണോ അതായിരിക്കും നല്ല പ്രൊജക്റ്റ്. ഓക്കെ, നമുക്ക് പ്രൊജക്റ്റ് എക്സിലേക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, 40,000 രൂപയാണ്. അതേപോലെ ഏണിങ്സ് തന്നിട്ടുണ്ട് 4 കൊല്ലത്തിന് ആഫ്റ്റർ ഡിപ്രീസിയേഷനാണ്. അതിൽ നമുക്ക് എന്തെങ്കിലും ഡിപ്രീസിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത്? ഈ ഡിപ്രീസിയേഷൻ കൂടി നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കണം. ക്വസ്റ്റ്യൻ നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏണിങ്സിൽ നിന്ന് നമ്മളത് കുറയ്ക്കുക. അല്ലെങ്കിൽ ടാക്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു 10,000 രൂപ തന്നേക്കുവാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൂടി അവിടെ കുറയ്ക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ള നെറ്റ് ഏണിങ്സിലേക്ക് നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കുറച്ചതിന് ശേഷം നമുക്ക് ഡയറക്റ്റ്ലി തന്നേക്കുവാണ്. ഏണിങ്സ് എന്ന് പറഞ്ഞാൽ 4 കൊല്ലത്തെയാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ എനിക്ക് 5,000 രൂപയാണ്. സെക്കൻഡ് ഇയറിൽ കൊണ്ടപ്പോൾ 7,000 റുപ്പീസ് വന്നു. തേർഡ് ഇയറിൽ എനിക്ക് 6,000 രൂപ എങ്ങനെയും, ഫോർത്ത് ഇയറിൽ എനിക്ക് 6,000 രൂപയാണ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടുക, ഡിവൈഡ് ബൈ എനിക്ക് എത്രയാണോ കൊല്ലമുള്ളത്. ഇവിടെ 4 കൊല്ലമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിവൈഡ് ബൈ 4 ചെയ്തു. സോ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5ഉം 7ഉം 12. അതേപോലെ തന്നെ ഇവിടെയും ഒരു 12 വന്നു. സോ 24,000 രൂപയാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 4 കൊല്ലമാണ്. സോ ഡിവൈഡ് ബൈ ഞാൻ 4 ചെയ്തു. സോ 6,000 കിട്ടി. അപ്പോൾ 6,000 രൂപയാണ് എൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. സോ 40,000 ഉണ്ട്. ഇവിടെ സ്ക്രാപ്പ് വാല്യൂ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ
നമ്മളതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സോ ഡയറക്റ്റ്ലി 40,000 ഡിവൈഡ് ബൈ ഞാൻ 2 ആണ് കൊടുത്തിരിക്കുന്നത്. സോ നോട്ട് ചെയ്ത കാര്യം നിങ്ങളിവിടെ 2 മാറി 4 എടുക്കാൻ ചാൻസ് ഉണ്ട്. ആ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഡിവൈഡ് ബൈ ഞാൻ 2 ചെയ്ത് നമുക്ക് 20,000 എന്ന് കിട്ടി. ഇനി ഇതിനെ രണ്ടേയും കൂടി നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊരു 6,000 ഡിവൈഡ് ബൈ 20,000 ചെയ്തു. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജിലേക്ക് ആക്കാൻ വേണ്ടി ഇൻറ്റു 100 കൂടി നമ്മൾ ചെയ്തു. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റ്ലി കാൽക്കുലേറ്റർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 13 ആണ്. ദാറ്റ് ഈസ് 30% ആണ് നമുക്കിവിടെ കിട്ടിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ. സോ ഇവിടുത്തെ ARR എന്ന് പറഞ്ഞാൽ എന്താണ്? 30% ആണ്. അടുത്ത് നോക്കാം, പ്രൊജക്ട് വൈയിലേക്ക് നമുക്ക് പോകാം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 60,000 ആണ്. 4 കൊല്ലത്തെ ഏണിങ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ എനിക്ക് 8,000 റുപ്പീസാണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ഇയറിലേക്ക് വന്നപ്പോൾ എനിക്ക് 10,000 രൂപയായി. തേർഡ് ഇയറിൽ എനിക്ക് 7,000 ആയി. ഫോർത്ത് ഇയറിൽ എനിക്ക് 5,000 റുപ്പീസായി. അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ ഏണിങ്സ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഡിപ്രിസിയേഷൻ അങ്ങനത്തെ ടൈംസ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇതെല്ലാം കൈയിട്ടുള്ളതാണ് നമ്മുടെ ഏണിങ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ആവറേജ് പ്രോഫിറ്റ് ഇത് മൊത്തം കൂട്ടുക. സോ 8 + 10 ദാറ്റ് ഈസ് 80,000. ദെൻ ഒരു 7 + 5 ദാറ്റ് ഈസ് 12,000 കൂടി ഉണ്ട്. സോ മൊത്തം കൂട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് 30,000 എന്ന് കിട്ടി. സോ 30K ഡിവൈഡ് ബൈ 4 ഞാൻ ചെയ്തു. ദാറ്റ് ഈസ് എനിക്ക് 7,500 രൂപ എന്ന് കിട്ടി. ഓക്കെ, ഇനി അതേപോലെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് കണ്ടുപിടിക്കണം 60,000 രൂപയാണ്. പ്ലസ് ഇവിടെ സ്ക്രാപ്പ് വാല്യൂ ഒന്നും തന്നിട്ടില്ല. ഡിവൈഡ് ബൈ 2 ചെയ്യാം. അത് മറന്നു പോയത് ഡിവൈഡ് ബൈ 2 ചെയ്തു. സോ 30,000 എനിക്ക് കിട്ടി. ARR കണ്ടുപിടിക്കുക. ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എനിക്ക് 25% എന്ന് കിട്ടി. കാൽക്കുലേറ്ററിൽ കിട്ടുന്നത് 25 എന്നാണ്. സോ 25% എന്ന് കിട്ടി. സോ ദെൻ നമ്മൾ കമ്പയർ ചെയ്യുക. രണ്ട് പ്രൊജക്റ്റിന് നോക്കുക. എനിക്കിവിടെ 25 ആണ് കിട്ടിയത്. അവിടെ എനിക്ക് 30% കിട്ടി. ഏറ്റവും ഹൈ പെർസെൻറ്റേജ് ഉള്ളതാണ് ഏറ്റവും നല്ല പ്രൊജക്റ്റ്. സോ പ്രൊജക്റ്റ് എക്സ് ഞാൻ ചൂസ് ചെയ്യും. കാരണം എനിക്ക് 30,000 ആണ് ARR വന്നിരിക്കുന്നത്. സോ നമ്മളവിടെ ഡിസിഷനായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് പ്രൊജക്റ്റ് എക്സ് ആണ് ഏറ്റവും നല്ലതെന്ന്. ഇവിടേക്ക് വരുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അത് നമുക്ക് എല്ലായിടത്തും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സിമ്പിളാണെന്നുള്ള രീതിക്ക്. അതേപോലെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രോഫിറ്റാണ്. അവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ ലിമിറ്റേഷൻ വരുമ്പോൾ നമുക്കറിയാം ട്രഡീഷണൽ മെത്തേഡിലെല്ലാം പറയും നമ്മുടെ ലിമിറ്റേഷനാണ്. ടൈം വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, ഇത്രയാണ് നമുക്ക് ട്രഡീഷണൽ മെത്തേഡ്സിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മോഡേൺ ടെക്നിക്സ് ആണ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയും. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ലോങ് ടൈമിലുള്ള പ്രൊജക്റ്റിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് 4 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ്. അതിൽ ആദ്യത്തെ 3 നമുക്ക് എക്സാക്ട്ലി സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ NPV മെത്തേഡ്, പിന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, അതേപോലെ IRR അതായത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. അപ്പോൾ ഈ 3 മെത്തേഡ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നെറ്റ് ടെർമിനൽ വാല്യൂ എന്ന് പറഞ്ഞൊരു മെത്തേഡ് കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്. സിലബസിൽ അങ്ങനെ എക്സാക്ട്ലി പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ആദ്യമായിട്ട് പഠിക്കാവുന്നതാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, NPV മെത്തേഡ് എന്ന് പറയാം. ഇത് വളരെ സിമ്പിളാണ്. ഇവിടേക്ക് വരുമ്പോൾ ഇതിൻ്റെ മെയിൻ ഇക്വേഷൻ അല്ലെങ്കിൽ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻ ഫ്ലോ ആൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ. അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. NPV എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻ ഫ്ലോയിൽ നിന്നും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ കുറയ്ക്കുന്നതാണ്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയാൻ എന്താണ്? നമുക്കറിയാം ഇന്നത്തെ പൈസയ്ക്ക് നാളെ ഇതിനേക്കാളും കൂടുതൽ വിലയുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ നമുക്കതൊന്നും പ്രശ്നമല്ല. നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം കിട്ടുന്നത് 2 വിധത്തിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. നമ്മുടെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കിട്ടിക്കുമ്പോൾ അതിൽ 6 എന്ന് പറഞ്ഞ ഫാക്ടർ തന്നിട്ടുണ്ടോ നോക്കുക. അതായത് ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ടോ നോക്കുക. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ലൈക്ക് ക്വസ്റ്റ്യനിൽ എനിക്കൊരു 10% ആണ് ഇവിടുത്തെ ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പെർസെൻറ്റേജിലാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് പെർസെൻറ്റേജ് അല്ല തന്നിരിക്കുന്നത്, ഡയറക്റ്റ്ലി ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞൊരു ടൈമാണ് തന്നിരിക്കുന്നത്. രണ്ടും മാറിപ്പോരുത്. ഡിസ്കൗണ്ട് റേറ്റ് ആണ് നമ്മൾ പെർസെൻറ്റേജിൽ തരുന്നത്. ഇനി അതല്ലാത്തുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു 0.625 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പോയിന്റ് ഉള്ളൊരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഓരോ കൊല്ലത്തെയും ക്യാഷ് ഇൻഫ്ലോനെ നമുക്ക് ആ ഡിസ്കൗണ്ട് ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്തും ഡൗട്ടാണ് എന്താണ് ഈ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വഴിയാണ് നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞ ആ ഒരു ടേം കിട്ടുന്നത്. ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയാൻ എന്താണ് ഞാൻ പറഞ്ഞു ഇതാണ്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു പെർസെൻറ്റേജ് ആണ് തരുന്നതെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അതാണ് നമ്മളോട് നോക്കുന്ന ഇക്വേഷൻ പഠിക്കുക. 1/1 + r ഓൾ പവർ n. ഈ n എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഏത് കൊല്ലത്തെയാണ്. അപ്പം നമ്മളോട് പറയുന്നത് ഡിസ്കൗണ്ട് ഫാക്ടർ ഫസ്റ്റ് ഇയറിലെ കണ്ടുപിടിക്കാൻ പറയുക. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1 ഉണ്ട്, 6. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയണം അല്ലേ. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഇപ്പോൾ 10% എന്ന് പറഞ്ഞാൽ എന്താണ്? 10/100 എന്നാണ് അല്ലേ. പെർസെൻറ്റേജ് എന്ന് പറയാൻ നമുക്കറിയാം 10/100 എന്നാണ്. അപ്പോൾ നമുക്ക് 0.10 എന്ന് എഴുതാൻ പറ്റും അല്ലേ. നമുക്കറിയാം 10% എന്ന് പറഞ്ഞാൽ 0.10 ആണ്. ഡയറക്റ്റ്ലി കാൽക്കുലേറ്റർ കൊടുത്താൽ നിങ്ങൾക്ക് 0.10 എന്ന് കിട്ടും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
അപ്പോൾ നമുക്ക് അത് കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? 1/1 + r എന്ന് പറയാൻ എന്താണ്? 0.10 ആണ്. ഡയറക്റ്റ്ലി 10 എന്ന് ഇട്ട് കൊടുത്തേക്കരുത്. ദെൻ ഓൾ പവർ n എന്ന് പറയാൻ നമുക്ക് ഫസ്റ്റ് ഇയറിലായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. സോ എന്നിൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. സോ ഇത് ഞാൻ ഡയറക്റ്റ്ലി കാൽക്കുലേറ്ററിൽ കൊടുത്തു. കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. എന്താണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തെങ്കിലും ഒരു പോയിന്റ് കൂട്ടിയുള്ളൊരു ടൈം ആയിരിക്കും നിങ്ങളുടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ ഇയർ 2 കണ്ടുപിടിക്കണം, സെക്കൻഡ് ഇയറിലെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ വ്യത്യാസം വരുന്നത് എന്തായിരിക്കും? 1/1 + 0.10 തന്നെയാണ്. പവറിന് വ്യത്യാസം വരും, 1 മാറി 2 ആയി. ഓക്കെ, ദെൻ നമ്മൾ അഗെയിൻ ഞാൻ കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്തു. നിങ്ങൾ കാൽക്കുലേറ്ററിലേക്ക് ഓരോ ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് 4 കൊല്ലത്തെ കാര്യമാണ് നമുക്ക് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചെയ്യേണ്ടത്? ഡിസ്കൗണ്ട് ഫാക്ടർ എല്ലാം കണ്ടുപിടിച്ച് വെക്കുക. കാരണം നമുക്ക് കാൽക്കുലേറ്റർ എന്നിൻ്റെ വാല്യൂ മാത്രം നമുക്ക് മാറ്റി മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഡിസ്കൗണ്ട് ഫാക്ടർ കിട്ടി വരും. ഓക്കെ, ഡിസ്കൗണ്ട് ഫാക്ടർ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമേ ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടർ കിട്ടി. ഓരോ കൊല്ലത്തിനും ഓരോ ഡിസ്കൗണ്ട് ഫാക്ടറാണ്. ആ കാര്യം കൂടി മനസ്സിലോർത്ത് നോക്കുക. ഞാൻ ഫസ്റ്റ് ഇയറിൽ കണ്ടുപിടിച്ചു, അത് വെച്ച് എനിക്ക് ബാക്കി പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. ഓരോ കൊല്ലവും ഓരോ ഡിസ്കൗണ്ട് ഫാക്ടറാണ്. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. ഈക്വേഷൻ മാത്രം പഠിച്ചു നോക്കുക. 1/1 + r ഓൾ പവർ n. ഓക്കെ, പിന്നെ ഈ ഒരു എക്സാമ്പിൾ ഈ ഒരു 15 എന്ന് പറഞ്ഞ പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഡിസ്കൗണ്ട് ഫാക്ടർ ഇയർ 1 നമുക്ക് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? 1/1 + 0.15. 0.15 എന്ന് പറയാൻ എന്താണ്? 15% ഞാൻ 15/100 എന്ന് എഴുതാം അല്ലേ? സോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 0.15 ആണ്. വേറെ ഒന്നും പ്രശ്നമില്ല. കാൽക്കുലേറ്റർ ഡയറക്റ്റ്ലി കൊടുത്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കൊല്ലവും ഓരോ ഡിസ്കൗണ്ട് ഫാക്ടർ ആയിരിക്കും. നമുക്ക് സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ നമ്മൾ നോക്കുക, ഡിസ്കൗണ്ട് ഫാക്ടർ തന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഒരു ഫോർമുലയിലേക്ക് പോകാനാണ്. ഇനി നിങ്ങളൊന്ന് നോക്കുക, ഈ C1 എന്ന് പറഞ്ഞ ടൈം ഒഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കിക്കേ. അതായത് 1/1 + r ഓൾ പവർ n ആണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ 1 കൊടുത്തു. ഫസ്റ്റ് ഇയറിൽ കിട്ടി. ദെൻ പ്ലസ് ചെയ്തിട്ട് ഈ C എന്ന് പറഞ്ഞ ടൈം എടുത്ത് മാറ്റി വെച്ചിട്ടൊന്ന് നോക്കുക. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ ഓരോ ടൈമിൻ്റെ കൂടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള C1 അല്ലെങ്കിൽ C2 C3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ C1 എന്ന് പറയാൻ എന്താണ്? ക്യാഷ് ഇൻഫ്ലോ ഓഫ് ഇയർ 1 ആണ്. ഓക്കെ, C2 എന്ന് പറയാൻ ക്യാഷ് ഇൻഫ്ലോ ഓഫ് ഇയർ 2. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫലത്തിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റ് ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ നമുക്ക് കറസ്പോണ്ടിങ് ഇയറിലെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന് അതിൻ്റെ എല്ലാം സം എടുക്കാം. അതാണ് നമ്മളിവിടെ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ ക്യാഷ് ഇൻഫ്ലോ ഓഫ് ഈച്ച് ഇയർ ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷം എനിക്ക് ഓരോ കൊല്ലത്തെയും ഡിസ്കൗണ്ട് ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടി ചെയ്യുന്നതാണ് ഞാൻ ഈ ആദ്യത്തെ മെത്തേഡ്. അതായത് C1/1 + r ഓൾ പവർ 1 ചെയ്തു. അതിനുശേഷം C2 എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിവിടെ ഈ ഇക്വേഷനിലേക്ക് നോക്കാം. ഈ ഇക്വേഷനിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം ഓരോ കൊല്ലത്തെയും ക്യാഷ് ഫ്ലോയിനെ നമ്മൾ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. ഇവിടെ നോക്കുക, ഈ C1 എന്ന് പറയുന്ന ടൈം ഞാൻ ഈ ഇക്വേഷനിൽ കളഞ്ഞെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഇവിടെ വരിക? എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? 1/1 + r പവർ 1 എന്ന് പറയാൻ എന്താണ്? ഇത് ഫസ്റ്റ് ഇയറിലെ ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ ഇവിടെ C1 എന്ന് പറയുന്ന സാധനം കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് അല്ലേ? ഇനി അതേപോലെ പ്ലസ് ചെയ്തിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? C2 എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കളഞ്ഞിട്ട് ആലോചിച്ച് നോക്കിയും 1/1 + r ഓൾ പവർ സ്ക്വയർ ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 1 ആയിരുന്നു. ദാറ്റ് ഈസ് എന്നിൻ്റെ വാല്യൂ ഇവിടെ ഫസ്റ്റ് 1 ആയിരുന്നു. ദെൻ എൻ്റെ വാല്യൂ ഇവിടെ 2 ആയിരുന്നു. ദെൻ ഇങ്ങനെ പോവാണ് അപ് ടു n വരെ പോകും. എന്ന് പറയാൻ ക്വസ്റ്റ്യനിൽ 4 വരത്തെ കാര്യമാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ 4 വരം വരെ പോകും. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി സോ സിമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ഓരോ കൊല്ലത്തെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സമ്മ ചെയ്തേക്കാണ് ചെയ്തിരിക്കുന്നത്. ആ ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ്ലി എഴുതിയെന്നേ ഉള്ളൂ. ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാം. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിസ്കൗണ്ട് റേറ്റ് ആണ് തന്നിരിക്കുന്നത്, ഡിസ്കൗണ്ട് ഫാക്ടറാണ് തന്നിരിക്കുന്നത് നോക്കുക. ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമുക്ക് പെർസെൻറ്റേജിലായിരിക്കും തരിക. ഓക്കെ, ഇനി അതല്ല ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയാൻ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ടൈം ആയിരിക്കും തന്നിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യത്തിൽ ഏതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കുക. നമുക്ക് ഒരു 90% ഡിസ്കൗണ്ട് റേറ്റ് ആയിരിക്കും തന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ നമ്മൾ എടുക്കാം. ഈ ഇക്വേഷൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് C1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെ എനിക്ക് കിട്ടിയ പൈസ എന്ന് പറയുന്നത്, അതായത് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്, ഇൻഫ്ലോ എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ആണ്, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആണ്. പ്ലസ് ചെയ്യാം. എന്ത് ചെയ്യണം? അടുത്ത കൊല്ലത്തെ എത്ര കിട്ടി എന്ന് നോക്കുക. അതേപോലെ തന്നെ അടുത്ത കൊല്ലം ഇതേപോലെ നമ്മൾ സം ചെയ്ത് പോകും. അപ്പോൾ സം ചെയ്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നിൻ്റെ വാല്യൂ ആദ്യമേ 1 ആയിരുന്നു. പിന്നെ അതിനുശേഷം എന്നിൻ്റെ വാല്യൂ 2 ആയി. ഇനി അടുത്ത ടൈമിലേക്ക് വരുമ്പോൾ എന്താണ്? C3/1 + r ഓൾ പവർ 3 ആയിരിക്കും ചെയ്യേണ്ടത്. ഇനി അടുത്ത് പോകുമ്പോൾ എന്തായിരിക്കും? C4/1 + r ഓൾ പവർ
4 ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോവാം. എവിടം വരെ പോകണം? അപ് ടു എൻ വരെ പോകണം. അപ് ടു എൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യനിൽ എന്നോട് പറഞ്ഞേക്കാണ് 4 കൊല്ലത്തെ കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 4 കൊല്ലം വരെ പോകണം എന്ന് പറഞ്ഞാൽ C4 വരെ പോകണം. ഓക്കെ, അപ്പോൾ അതായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. വേറെ ഒരു പ്രശ്നവുമില്ല. അത് കേൾക്കുമ്പോൾ ചെറിയതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇനി അതല്ല, ഡിസ്കൗണ്ട് ഫാക്ടറായിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, ലൈക്ക് ഒരു 0.65. ഒന്നും അല്ലാതെ നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ തരാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ യൂസ് ചെയ്തും ഈ ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കാം. നമുക്ക് പെർസെൻറ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്കൗണ്ട് ഫാക്ടർ നമുക്കൊരു ടേബിൾ ഉപയോഗിച്ച് PV ടേബിൾ എന്ന് പറഞ്ഞൊരു ടേബിൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അത് ഞാൻ ഏറ്റവും ലാസ്റ്റത്തെ മെത്തേഡ്, അതായത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനത്തെ ഒരു മെത്തേഡിലേക്ക് IRR മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അവിടെ വെച്ച് ഞാൻ ടേബിളിൻ്റെ കാര്യം പറയുന്നുണ്ട്. കാര്യം നമുക്ക് അവിടെ ഓൾറെഡി ഒരു ടേബിൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഇതേപോലെ ഡയറക്റ്റ്ലി നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ ക്യാഷ് ഇൻഫ്ലോയിനെ, അതായത് C1 ഇൻറ്റു ആ ഡിസ്കൗണ്ട് ഫാക്ടർ നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാം, പ്ലസ് C2 ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ഫാക്ടർ. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് വിധത്തിലും ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വേറെ ഒന്ന് പേടിക്കാൻ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്നൊരു വാല്യൂ ഉണ്ടോ? അതായത് ഈ ഓരോ കൊല്ലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് വന്നു. അവിടെ നമുക്കൊരു വാല്യൂ കിട്ടി, ഒരു 20,000 ആണെന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 20,000 ആണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന ആൻസർ. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കണം. പിള്ളേർ ഇത്രയും മാത്രം ഓർത്ത് നോക്കുക. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കുറയ്ക്കുക. എന്നോട് പറയുവാണ്, ക്വസ്റ്റ്യനിൽ പറയും എനിക്ക് ആദ്യമായിട്ട് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 1,00,000 രൂപയായിരുന്നു, അല്ലെങ്കിൽ ഒരു 10,000 രൂപയാണെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഈ 10,000 എന്ത് ചെയ്യണം? ഈ 20,000 നിന്ന് കുറയ്ക്കുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 10,000 എന്ന് പറഞ്ഞൊരു ആൻസറാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഡിസിഷൻ എടുക്കുക. നമ്മൾ NPV എന്ന വാല്യൂ നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും ലാഭം ഉണ്ടാക്കും. ഓക്കെ, ഈ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട, ആ പ്രോജക്റ്റ് നമ്മൾ എടുക്കേണ്ട. കാരണം എന്താണ്? ആ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടില്ല. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10,000 റുപ്പീസ്, 10,000 ആയിരുന്നു. ഇനി അതേപോലെ വേറെ അടുത്ത് കിട്ടിയതെങ്കിൽ 25,000 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടിയതായിരിക്കും ഏറ്റവും നല്ല പ്രോജക്റ്റ്. ഇപ്പോൾ 2 പ്രോജക്റ്റും ഗ്രേറ്റർ ദാൻ 0 ഉണ്ട്. സോ രണ്ടും എന്തായാലും പ്രോഫിറ്റബിൾ ആണ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ നമുക്കറിയേണ്ട ആവശ്യം. ഈ ഒരു പ്രോബ്ലം നോക്കുക, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതാണ്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, എക്സാമ്പിൾ 1 ആണ് നോക്കുക. ഇവിടെ അൺഈക്വൽ ക്യാഷ് ഫ്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾ ഇത്രയും മാത്രം നോക്കുക. ഈച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോജക്റ്റ് റിക്വയർസ് ആൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, 1,00,000 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ക്യാഷ് ഇൻഫ്ലോ ഓഫ് പ്രൊജക്റ്റ് എ. അപ്പോൾ 2 പ്രോജക്റ്റ് തന്നിട്ട് അത് കമ്പയർ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പ്രൊജക്റ്റ് എയുടെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ക്യാഷ് ഇൻഫ്ലോ തന്നേക്കുവാണ് 30,000 രൂപ, അതിനുശേഷം 40,000 രൂപ, പിന്നെ 40,000 രൂപ, 30,000 രൂപ, ദെൻ 30,000 രൂപ. സോ പ്രൊജക്റ്റ് ബിയിലേക്ക് വന്നപ്പോൾ എന്താണ്? 20,000 രൂപ, 30,000 രൂപ, 50,000, 40,000, 30,000. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞേക്കാണ് NPV മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യാം. എന്നിട്ട് ഏതാണ് ഏറ്റവും നല്ലതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ചെയ്യേണ്ട കാര്യം, ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 15% ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു കേസാണ് അല്ലേ. നമ്മളോട് ഡയറക്റ്റ്ലി പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. എനിക്ക് ഡയറക്റ്റ്ലി ഈക്വേഷൻ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ഒരു ടേബിൾ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി എളുപ്പമാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. 2 മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഏത് മെത്തേഡിൽ ചെയ്താലും ഒരു പ്രശ്നവുമില്ല. എല്ലാം നമുക്ക് മനസ്സിലാകാനുള്ള ഒരു എളുപ്പം എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, നമ്മളിവിടെ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആദ്യമേ ഞാൻ ഡിസ്കൗണ്ട് ഫാക്ടറിനെ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു, എന്നിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ്ലി കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും അധികം ഓരോ കൊല്ലത്തെയും കണ്ടുപിടിക്കണം. ഓക്കെ, C1 ഡിവൈഡ് ബൈ 1 + R പ്ലസ് എന്ത് ചെയ്യണം? C2 ഡിവൈഡ് ബൈ 1 + R പവർ 2 കൊടുത്തു. ഇതിനെങ്ങനെ ചെയ്ത് പോകാം? അതുകൊണ്ട് ഓരോ ടൈമിലെ കണ്ടുപിടിച്ച് അതിനുശേഷം സം ചെയ്യാം. ഞാൻ 2 പറയാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ടേബിളായിട്ട് എഴുതിയിട്ടുണ്ട്. ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5. അപ്പോൾ ഞാൻ ആ തന്നേക്കുന്ന ഓർഡറിൽ ഞാൻ എഴുതിയേക്കുവാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 30,000, 40,000, 40,000, 30,000, 30,000. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയും ഈ ഒരു ടേബിളിൻ്റെ ഇത്ര ഭാഗമാണ് എൻ്റെ പ്രൊജക്റ്റ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പ്രൊജക്റ്റ് ബി ഞാൻ സെയിം എഴുതിയേക്കുവാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതി. ഇവിടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിച്ചു. ഡിസ്കൗണ്ട് ഫാക്ടർ എങ്ങനെ ഞാൻ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം? ഈ ഒരു ഇക്വേഷൻ ഞാൻ ഡയറക്റ്റ്ലി കൊടുത്താൽ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ പെർസെൻറ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് PV ടേബിളിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടർ നിങ്ങൾക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. ടേബിൾസ് അലോഡ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളത് കോളേജിലെ ഫാക്കൽറ്റി ആയിട്ട് കൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഡിസ്കൗണ്ട് ഫാക്ടറിനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. അതെങ്ങനെ കണ്ടുപിടിക്കാം? 1/1 + R പവർ n. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? എൻ്റെ വാല്യൂ ഞാൻ 1 കൊടുത്തു. എൻ്റെ വാല്യൂ 1 കൊടുത്തപ്പോൾ എന്ത് പറ്റി? 1 ഡിവൈഡഡ് ബൈ 1 + R എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വന്നേക്കുവാണ്. ക്വസ്റ്റിന് തന്നേക്കുന്നുണ്ട് എന്ത്? 15% ആണ് നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? 0.15 ആണ് നമ്മളുടെ ഇവിടുത്തെ R എന്ന് പറയുന്നത്. ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 ഡിവൈഡഡ് ബൈ 1 + 0.15
ആദ്യത്തെ ഇയർ 1 എനിക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഡയറക്റ്റ്ലി പവർ ഞാൻ 1 കൊടുത്തു. അപ്പോൾ എനിക്ക് ആൻസർ എന്ത് കിട്ടി? 0.870 എന്ന് കിട്ടി. ഇതാണ് എൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ ഓഫ് ഇയർ 1 എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഇയർ 2 കൊടുക്കുക. ഈ പവർ മാറ്റി ജസ്റ്റ് ഞാൻ 2 എന്ന് കൊടുത്താൽ എനിക്ക് ഇയർ 2 കിട്ടി 0.756 എന്ന് കിട്ടി. ഈ 3 കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ പവർ മാറ്റിയാൽ ഞാൻ 3 കൊടുക്കുക, എനിക്ക് 0.658 എന്ന് കിട്ടി. ഇതേപോലെ ഇയർ 5 വരെ ഞാൻ കണ്ടുപിടിച്ചു. എൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടറെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇതേ ഇൻറ്റു ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂനെ കിട്ടി പ്രസൻറ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ ചെയ്താൽ നമുക്ക് പ്രസൻറ്റ് വാല്യൂനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 26,000 ആയിരിക്കും. 26,100 ആയിരിക്കും നമുക്ക് ഇയർ 1 കിട്ടുന്നത്. ഇയർ 2 വരുമ്പോൾ 40,000 ഇൻറ്റു 0.756 ചെയ്യുക, 30,000 രൂപ സംതിങ് കിട്ടും. ഇങ്ങനെ ഓരോ കൊല്ലത്തും കണ്ടുപിടിക്കാം. ഞാൻ ഈ ടേബിളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു 2 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ 5 കൊല്ലത്ത് നിങ്ങൾ കണ്ടുപിടിക്കാം. എന്നാൽ അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ മൊത്തം ടൈംസ് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റാം. 5 കൊല്ലത്തെ കണ്ടുപിടിച്ചതിന് ശേഷം ഇത്രയും കാര്യങ്ങളെ ജസ്റ്റ് നിങ്ങളൊന്ന് സം ചെയ്യുക. എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തതിൻ്റെ സം എടുക്കുക. നിങ്ങൾ സം എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടും. ടോട്ടൽ PV കിട്ടും. എത്രയാണത്? 1,14,000 രൂപയാണ്. എന്തിൻ്റെയാണ്? പ്രൊജക്റ്റ് എയുടെ കാര്യമാണ് നമ്മളോട് ചെയ്തത്. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ബി കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഓരോ ക്യാഷ് ഫ്ലോ നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ച് മാറത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ ഇപ്പുറത്ത് എഴുതാം, അപ്പുറത്ത് then നമ്മൾ ജസ്റ്റ് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഇത്ര 5 കൊല്ലത്തെ നമ്മൾ കൂട്ടിയിട്ട് അതിൻ്റെ സം എടുക്കുക. നമുക്ക് കൂടെ 1,10,000 രൂപയാണ് വിറ്റേക്കുന്നത്. പ്രൊജക്റ്റ് ബിയിൽ. പ്രൊജക്റ്റ് എയിൽ നമുക്ക് 1,14,000 വിറ്റേക്കുന്നത്. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ എമൗണ്ട് ഇതിൽ നിന്ന് കുറയ്ക്കാം. നമ്മൾ ആ സ്റ്റെപ്പിൽ പറഞ്ഞതാണ്, നമ്മൾ 3rd സ്റ്റെപ്പിൽ പറഞ്ഞതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ടൈം നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടലിൽ നിന്ന് കുറയ്ക്കാം. സോ ആ ഒരു കാര്യം വെച്ചാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് 1,00,000 രൂപയായിരുന്നു, അത് കുറച്ചു. നമുക്കിവിടെ 14,700 രൂപയാണ് പ്രൊഡക്റ്റിലേക്ക് പ്രൊജക്റ്റ് എയിൽ കിട്ടിയത്. പ്രൊജക്റ്റ് ബിയിൽ കിട്ടിയത് 10,000 ആണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണും പ്രൊജക്റ്റ് എയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. സോ അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് എ ആയിരിക്കും ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇനി ഇതേ കാര്യം തന്നെ നിങ്ങൾ മറ്റേ രീതിയിൽ ചെയ്യുവാണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇക്വേഷൻ വെച്ച് നിങ്ങൾ ചെയ്യുവാണെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ എനിക്ക് ആദ്യമായിട്ട് പ്രൊജക്റ്റ് എയുടെ കാര്യമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ എന്ത് ചെയ്യും? ഇതാണ് എൻ്റെ C1 എന്ന് പറയുന്നത്. ഇത് C2, ഇത് C3, C4, C5. ഞാനിവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഞാൻ C1 എന്ന് പറയുന്നത് 30,000 രൂപയായിരുന്നു. 30,000 ഡിവൈഡഡ് ബൈ ഞാൻ എന്ത് ചെയ്യണം? 1 + 6 ആയിരുന്നു. 6 എന്ന് പറഞ്ഞാൽ 0.15 ആണ്. കാരണം എന്താണ്? എൻ്റെ ക്വസ്റ്റ്യനിൽ 15% എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് അത് ഞാൻ അങ്ങനെ എടുത്തു. ഡിവൈഡ് ബൈ ഇത് ഏത് കൊല്ലത്തെ ആയിരുന്നു? ഇയർ 1 ആയിരുന്നു. സോ 1 കൊടുത്തു, പ്ലസ് ചെയ്തു. പ്ലസ് ചെയ്ത് എന്താണ് കിട്ടിയിരിക്കുന്നത്? അടുത്ത കൊല്ലം അതെന്ന് പറഞ്ഞാൽ 40,000 ആണ്. ആൻഡ് 40,000 രൂപ ഡിവൈഡഡ് ബൈ 1 + 0.5 മാറ്റമൊന്നുമില്ല, 0.15 തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം പവർ മാറി ഇയർ 2 പോയി. സോ 2 ഒന്ന് പോകും. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ പ്ലസ് ചെയ്തു. ഇങ്ങനെ പ്ലസ് ചെയ്ത് പോയി. ഞാൻ 5 കൊല്ലത്തെ കാര്യം ഇതേപോലെ എഴുതി. അതിനുശേഷം ഇത് ഈക്വൽ ടു അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സം എന്ന് പറയുന്ന ടൈം വരും. ഡയറക്റ്റ്ലി നമുക്ക് കിട്ടുന്നത് 1,14,000 രൂപയാണ്. നിങ്ങൾ ഏതാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യുക. ഇവിടെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം തെറ്റിപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിലാണ് ചെയ്യുന്നത്. നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ കൊടുക്കുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഫൈനൽ ആൻസർ മാറിപ്പോവും. സോ അതുകൊണ്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾ ഡിസ്കൗണ്ട് ഫാക്ടർ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിൽ ഏത് വഴിയാണെങ്കിലും നിങ്ങൾ ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യുന്നതിനും എപ്പോഴും ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, കാരണം അതിന് മാറ്റമില്ല. അതേസമയം നിങ്ങൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പറ്റും. എഗെയിൻ നമ്മൾ പിന്നെയും ചെയ്യേണ്ടി വരും. 20 ഇവിടെ പ്രൊജക്ട് ബിയിലെ കാര്യം വരുമ്പോൾ എന്ത് വരും? 20,000 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 1 + 6 മാറ്റമൊന്നുമില്ല, 0.15 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? അതിനെ 1 കൊടുക്കണം. അതിനുശേഷം പ്ലസ് ചെയ്യണം. 30,000 ഡിവൈഡഡ് ബൈ അങ്ങനെ ചെയ്ത് ഇത് പോകണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് 1,10,000 കിട്ടും, ശരിയാണെങ്കിൽ മാത്രം. ഓക്കെ, അതുകൊണ്ട് തന്നെ റിസ്ക് എന്ന് പറയുന്നത് അവിടെ കൂടുതലാണ്. സോ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് ഫാക്ടർ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. നിങ്ങൾ ആ ടേബിളിൽ പിൻ ചെയ്യുക. അതിനുശേഷം മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസറിൻ്റെ എല്ലാം കൂടി സം എടുക്കുക. സം എടുത്ത് അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുക. ആ കിട്ടിയ എമൗണ്ട് ഏതാണോ വലുത് അതായിരിക്കും ഏറ്റവും നല്ല പ്രൊജക്റ്റ്. ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞിട്ട് ഒരു മൊത്തം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഇതേപോലെ തന്നെ നമുക്കൊരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അന്വിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞ ടൈം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് അന്വിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞ ടൈം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ലൈക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക, 3.17 ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പം അന്വിറ്റി ഫാക്ടർ തരികയും വേണം. അതേപോലെ തന്നെ ഈക്വൽ ക്യാഷ് ഇൻഫ്ലോയും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം.
നമ്മൾ നോർമൽ കേസിൽ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നമുക്കൊന്നെങ്കിലും ടേബിളൊക്കെ വരയ്ക്കാം. നമ്മൾ 2 മെത്തേഡ് വഴി ചെയ്യുന്നത് എന്താ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ 2 മെത്തേഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, കാര്യം നിങ്ങൾക്ക് കുറച്ച് പേരെന്തെങ്കിലും കത്തിയിട്ടുണ്ടാവും. കത്തിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതുപോലെ ചെയ്യുക. ഓക്കെ, നമ്മൾ നോർമൽ കേസിൽ ചെയ്താൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേബിളൊക്കെ വരയ്ക്കാം. അതല്ല ഞാനവിടെ ഡയറക്റ്റ്ലി ചെയ്തേക്കുവാണ്. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നതെന്ന് പറയും നമുക്കൊരു 31,700 കിട്ടുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയാം. ഇവിടെ പൈസ കോൺസ്റ്റൻ്റ് ആണ്. സോ C1 വരുന്നത് 10,000 രൂപയാണ്. C2 എന്ന് പറഞ്ഞാൽ 10,000 ആണ്. സോ അങ്ങനെ തന്നെ കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വരുത്ത വ്യത്യാസം എന്ന് പറഞ്ഞാൽ പവറാണ്. നമുക്ക് ആ പവർ വ്യത്യാസം വരുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയാൻ എന്താ 31,698 റൗണ്ട് ചെയ്ത് 31,700 കിട്ടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ അന്യൂറ്റി ഫാക്ടർ എന്ന് പറഞ്ഞൊക്കെ തന്നേക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ക്വസ്റ്റ്യൻ്റെ അന്യൂറ്റി ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. PV = ക്യാഷ് ഫ്ലോ ഇൻറ്റു അന്യൂറ്റി ഫാക്ടർ. അപ്പോൾ അതിൻ്റെ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 10,000 രൂപയായിരുന്നു. അതേ ഇൻറ്റു അന്യൂറ്റി ഫാക്ടർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3.17. നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. 31,700 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അന്യൂറ്റി ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കാൽക്കുലേഷൻ ചെയ്യാതെ വളരെ ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നമുക്കിവിടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു 5 മാർക്കിന് ചോദിച്ചേക്കുന്നതാണ്. SAPARൽ ചോദിച്ചേക്കുന്നതാണ്. സപ്പോസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എ പ്രൊജക്ട് ഈസ് 3,000 കോടി. അപ്പോൾ 3,000 crore. നമുക്ക് സിമ്പിളായിട്ട് 3,000 എന്ന് പറയാം. ആൻഡ് കോസ്റ്റ് ഓഫ് ദി ക്യാപിറ്റൽ ഓർ ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ദി ക്യാപിറ്റൽ ഈസ് 10%. നമുക്ക് ഇതൊന്നും മനസ്സിലായില്ല. പക്ഷേ നമുക്കിവിടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നൊരു ടൈം വന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ നിന്നും 6 നമ്മളോട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇത് 6 എന്ന് പറയാം. കാൽക്കുലേറ്റ് NPV. അപ്പോൾ NPV മെത്തേഡാണ് നമുക്ക് മനസ്സിലായി. ബേസ്ഡ് ഓൺ ദ ക്യാഷ് ഫ്ലോ ഗിവൺ ബിലോ. നമുക്കൊരു ടേബിളായിട്ട് തന്നിട്ടുണ്ട്. ഇയർ 1 നമുക്ക് വന്നിരിക്കുന്നത് 1,000 ഇയർ 2 എത്തിയപ്പോൾ 900 ഇയർ 3 800, ഇയർ 4 700, ഇയർ 5 900. എല്ലാം കോടിയിലാണ് പറയുന്നത്. നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. ഏറ്റവും അവസാനം നമുക്ക് കോടിയിൽ നിന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും. നമുക്ക് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു മെത്തേഡ് വഴിയാണ്. നമുക്ക് ആദ്യമേ ടേബിൾ പറയാം. നമുക്ക് ടേബിൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കാര്യം കൂടി പറയാം. നമ്മളൊരു ടേബിൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യമേ ഏതൊക്കെയാണ് നമുക്ക് ഇയർ നോക്കാം. ഓക്കെ, ഇയർ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇയർ 1 ഉണ്ട്, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യാം? അടുത്തായിട്ട് നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് നമുക്കതിനെ ചുമ്മാ ക്യാഷ് ഫ്ലോ നമുക്ക് കൊടുക്കാം. ഓക്കെ, 1,000 കൊടുക്കുക. ഫസ്റ്റ് ഇയറിൽ എനിക്ക് വന്നേക്കുന്ന 1,000 ആയിരുന്നു. സെക്കൻഡ് ഇയറിലേക്ക് എത്തിയപ്പോൾ എനിക്ക് 900 വന്നു. തേർഡ് ഇയറിൽ എനിക്ക് 800. ഫോർത്ത് ഇയറിൽ എനിക്ക് എത്രയാണ് 700 വന്നിരിക്കുന്നത്. ഫിഫ്ത്ത് ഇയറിൽ 600. ഇത്രയും കൊടുത്തു. ഇനി ഞാൻ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഡിസ്കൗണ്ട് ഫാക്ടർ. ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കാൻ എനിക്കറിയാം 1/1 + R ഓൾ പവർ n ആണ്. ഞാൻ ആദ്യമേ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. എനിക്കിവിടെ 10% ആണ് വന്നിരിക്കുന്നത്. സോ എന്ന് പറഞ്ഞാൽ R വാല്യൂ 10/100 എന്ന് പറഞ്ഞാൽ 0.10 ആണ് എൻ്റെ R വാല്യൂ. ഞാൻ ഡയറക്റ്റ്ലി കൊടുക്കുവാണ് 1/1 + 0.10 ഓൾ പവർ. ആദ്യമേ എന്ത് കൊടുത്തു? 1 കൊടുത്തു. അപ്പം 1 കൊടുത്താൽ എനിക്ക് എന്ത് പറ്റും? ഇയർ 1 സംഭവം കിട്ടും. ഇയർ 1 ഡിസ്കൗണ്ട് ഫാക്ടർ കിട്ടും. അപ്പോൾ എനിക്കൊരു ഡിസ്കൗണ്ട് ഫാക്ടർ ഒരു ടൈം കിട്ടി. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഡിസ്കൗണ്ട് ഫാക്ടർ ഞാനുണ്ട്, അത് ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, അതിനുശേഷം ഇയർ 2 എന്ന് പറയാൻ ഈ പവർ മാറ്റി ഞാൻ ജസ്റ്റ് ഇനി വാല്യൂ ഇവിടെ 2 കൊടുത്താൽ മതി. 2 കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടി? ഡിസ്കൗണ്ട് ഫാക്ടർ ഓഫ് സെക്കൻഡ് ഇയർ കിട്ടി. അത് ഞാൻ എഴുതുന്നില്ല, എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ മടിയാണ്. ഇയർ 3 ഞാൻ കണ്ടുപിടിച്ചു. ഇയർ 4 കണ്ടുപിടിച്ചു. ഇയർ 5 ഞാൻ കണ്ടുപിടിച്ചു. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യാം? ഇത് ഇൻറ്റു ഇത് ചെയ്ത് ഇവിടെ ചെയ്യുന്ന എന്ന് പറയാൻ അപ്പോഴേക്ക് പെർസെൻറ്റ് വാല്യൂ കിട്ടി എന്ന് പറഞ്ഞാൽ ഈ 1000 ഇൻറ്റു ഞാൻ ഈ ഒരു ഇവിടെ എനിക്ക് എന്താണ് കിട്ടിയത് അത് ഇൻറ്റു ചെയ്തു. സോ ഞാൻ എനിക്ക് അവിടെ വാല്യൂ കിട്ടി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം? ഇത് 900 ഇൻറ്റു ഈ ഒരു വാല്യൂ ഞാൻ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ ഞാനിവിടെ എഴുതി. അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാം ചെയ്തു. ഇയർ 5 വരെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു. എനിക്ക് മടിയായതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ എല്ലാം കൂടി അതായത് ഈ ഒരു കോളത്തിൻ്റെ ഫുൾ സമ്മിനെ എടുത്ത് ഞാനിവിടെ സമ്മൊന്ന് എത്തി. എനിക്കിവിടെ സമ്മെന്ന് പറഞ്ഞ് വന്നേക്കുന്നത് 3,705 നിങ്ങൾ കൂട്ടി നോക്കുക. 3,705 വന്നു. ഇനി അതിനുശേഷം ഇവിടെ നോക്കുവാണ് എന്തെങ്കിലും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. 3,000 കോടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് 3,000 എന്ന് പറയാം. ഈ 3,000 എന്ത് ചെയ്യണം? ഇതിൽ നിന്നും കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 105 എന്ന് പറഞ്ഞ് കിട്ടി. 105 കോടിയാണ്. 105 കോടി എഴുതി. ഈ 105 കോടിയാണ് എൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അല്ലേ. 105 കോടി സംതിങ് കൊണ്ട് കേട്ടോ. ഇപ്പോൾ NPV എന്ന് പറയുന്നത് >0 ആണ്. സോ പ്രൊജക്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനൊരു ടേബിൾ മെത്തേഡ് വഴി ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യേണ്ടത്. ഇനി അതേപോലെ നിങ്ങൾ ആദ്യത്തെ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ്റെ ഫസ്റ്റ് ചെയ്താൽ C1 / 1 + R + 1 + C2 / 1 + R² ചെയ്തു. അതിനുശേഷം 2/(n
ദെൻ 4 വന്ന് പവർ, അതിനുശേഷം 5 വന്നു, അതിനുശേഷം 5 വരെ മതി. കാരണം നമുക്ക് എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, 5 കൊല്ലത്തെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഓരോ ടൈമിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എൻഡ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. P1 എന്ന് പറഞ്ഞാൽ എന്താണ്, PV1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1000 അവിടെ വന്നിരിക്കുന്ന എമൗണ്ട് ഡിവൈഡ് ബൈ 1 പ്ലസ് 0.1 ആണ്, 0.10 എന്നാണ്. അതെങ്ങനെയാണ് 0.1 കിട്ടിയത് നമുക്കറിയാം, ഡിസ്കൗണ്ട് ഫാക്ടറാണ്. ഡിസ്കൗണ്ട് ഫാക്ടർ 10% നിന്നിട്ടുണ്ട്. സോ 10 ഡിവൈഡ് ബൈ 100 ആണ്. സോ ദാറ്റ് ഈസ് 0.10 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് 0.1 വന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 909.09 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഓരോ ഈ ഒരു ടൈം ഞാൻ കണ്ടുപിടിച്ചു. അതാണ് PV2, ഈ PV3 കണ്ടുപിടിച്ചു, PV4 കണ്ടുപിടിച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാം കൂടി നമ്മൾ സം എടുത്തു. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാർട്ടിൽ ചെയ്തേക്കുന്നത്, സം എടുത്തു. അതിനുശേഷം ആ ടിക്കറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 3000 കോടി നമ്മളോട് കുറച്ചു. അപ്പോൾ നമുക്ക് 105.58 കോടി എന്ന് കിട്ടി. ആ 105.8 കോടി നമുക്ക് സ്വാഭാവികമായിട്ട് 105 കിട്ടിയത് കൊണ്ട് തന്നെ അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് അക്സെപ്റ്റബിൾ ആണ്. 2 പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട് നമുക്കത് കമ്പയർ ചെയ്യാനാണെന്ന് ചോദിച്ചതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടിൻ്റെ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുക. ഏറ്റവും കൂടി ഏതാവും അത് നമ്മൾ ചൂസ് ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള മെത്തേഡാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, അല്ലെങ്കിൽ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ മെത്തേഡ് എന്ന് പറയാറുണ്ട്. നമ്മൾ ഇതിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എന്ന് എനിക്കറിയില്ല, നമ്മൾ NPV മെത്തേഡിൽ ചെയ്തതെല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും സെയിം ആണ്, അല്ലെങ്കിൽ ഡിഫറൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഡിഫറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വന്നാൽ നമുക്ക് NPV മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യാറില്ല. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ് രണ്ടിനും എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം രണ്ടിനും ഡിഫറൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യത്തില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞ് ഈ ഒരു മെത്തേഡ് നോക്കുക. സോ വളരെ സിമ്പിളാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു 1 പ്ലസ് NPV ഡിവൈഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ഈ 2 ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെക്കുക, വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. PI എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിൾ ആയിരിക്കും, ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ നോട്ട് പ്രോഫിറ്റബിൾ ആയിരിക്കും. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. എനിക്ക് X എന്നും Y എന്നും പറഞ്ഞ 2 പ്രൊജക്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തേതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 50,000 ആയിരുന്നു, രണ്ടാമത്തേതിൻ്റെ 1 ലക്ഷമാണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞേക്കുക പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഇക്വേഷനുള്ളത് 60,000 ആണ്. അതേപോലെ രണ്ടാമത്തേതിൻ്റെ 1,12,000 രൂപയാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഇക്വേഷനാണ് PI ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ നമുക്ക് തന്നിട്ടുണ്ട്. പ്രൊജക്റ്റ് Xന് 60,000 രൂപയാണ് തന്നിട്ടുണ്ട്. പ്രൊജക്റ്റ് Yക്ക് 1,12,000 രൂപയെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ്ലി നമുക്ക് ഡിവൈഡ് ചെയ്ത ആൻസർ കിട്ടും. എന്താണ് ആൻസർ? PI ഓഫ് X നമുക്ക് കിട്ടി 1.20 ആണ്. PI ഓഫ് Y എന്ന് പറയുന്നത് 1.12 ആണ്. നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ വർക്കിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. ഇവിടെ നമുക്ക് NPV കണ്ടുപിടിക്കണം ആദ്യമേ. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം. ഇൻഫ്ലോയിൽ നിന്ന് നമ്മൾ ഔട്ട്ഫ്ലോ കുറയ്ക്കണം, അല്ലേ? വളരെ സിമ്പിളാണ്. നമുക്ക് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 60,000 നിന്ന് 50,000 കുറച്ച് നമുക്ക് 10,000 കിട്ടും. ആ 10,000 ആണ് NPV. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി പ്രസൻറ്റ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ്ലി കുറച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരുമായിരുന്നു, അല്ലേ? നമ്മൾ NPV ചെയ്തതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 1,12,000 നിന്നും 1 ലക്ഷം കുറച്ചു 12,000 രൂപ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ NPV എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് NPV ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? Xൻ്റെ കേസിൽ എന്താണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.20 എന്ന് കിട്ടി. ഈ Yയുടെ കേസിന് വരുമ്പോൾ ദാറ്റ് ഈസ് 1.12 എന്ന് കിട്ടി. രണ്ടും നമുക്ക് സെയിം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ടൈപ്പ് ഓഫ് ഫ്ലോഡാണ് നമ്മളിവിടെ പറയുന്നത്. എക്സാമ്പിൾ 2 നോക്കുക. എ കമ്പനി ഈസ് കൺസിഡറിങ് 2 പ്രോജക്റ്റ് A and B. ഇവാലുവേറ്റ് ദ പ്രോജക്റ്റ് യൂസിങ് ദ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. നമുക്ക് ഡയറക്റ്റ്ലി തന്നേക്കുവാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഇത്രയും തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഔട്ട്ലേ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് Aക്ക് 50,000 രൂപയായിരുന്നു. പ്രൊജക്റ്റ് Bയിൽ അത് 50,000 രൂപ തന്നെയാണ്, സെയിമാണ്. ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട്. ഓരോ കൊല്ലത്തെയും തന്നിട്ടുണ്ട്. 6 കൊല്ലത്തെ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നോട്ട് ചെയ്യേണ്ട കാര്യം, ഇയർ 4 നമുക്ക് പ്രൊജക്റ്റ് Aയിൽ ക്യാഷ് ഫ്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ കാര്യം കൂടി ജസ്റ്റ് അതാണ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ PV ഫാക്ടർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് ടേബിളിൽ നിന്ന് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാവുന്നതാണ്. ഇപ്പോൾ ഇയർ 1 കാര്യമാണിത്, ഇയർ 2 ഇത്, ഇയർ 3 ഇത്, ഇയർ 4 ഇത്, അങ്ങനെ തന്നേക്കുവാണ്. നമ്മളോട് പറഞ്ഞേക്കുവാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വെച്ചിട്ട് ഏത് പ്രോജക്റ്റാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഇക്വേഷൻ ചെയ്താൽ അത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയതിനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് നമ്മൾ എഴുതുന്നു. ഓക്കെ, നമ്മൾ ചെയ്ത NPVയിലൊക്കെ ചെയ്ത് അതേപോലെ തന്നെ നമുക്കൊരു ടേബിളായിട്ട് കൺസിഡർ ചെയ്യാം. അതിനുശേഷം ഓരോ കൊല്ലത്തെ ഇയർ, ഓരോ കൊല്ലത്തെ എമൗണ്ട് ഇൻറ്റു PV ഫാക്ടർ ചെയ്തു. അത് നമുക്ക് ടേബിളിലേക്ക് ഫില്ല് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ എല്ലാം കൂടി സം എടുത്തു. സോ നമുക്ക് 53,378 എന്ന് പറഞ്ഞാണ് നമുക്കൊരു എമൗണ്ട് ആയിട്ട് കിട്ടിയിരിക്കുന്നത്.
അതാണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ എന്ന് വന്നിരിക്കുന്നത്. സോ പ്രസൻറ്റ് വാല്യൂ കിട്ടി, അതിൽ നിന്ന് നമ്മൾ ഡിവൈഡഡ് ബൈ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കിട്ടും. സോ എന്താണ് ചെയ്യേണ്ടത്? ഡിവൈഡ് ബൈ ഇൻഡെക്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ 53,378 ഡിവൈഡ് ബൈ 50,000 ചെയ്തു 1.07 എന്ന് കിട്ടി പ്രൊജക്റ്റ് എയുടെ കേസ്. ഇതേപോലെ തന്നെ നമുക്ക് പ്രൊജക്ട് ബി ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. PV ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. PV ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. പിന്നെ അതിനുശേഷം ഇതൊക്കെ എല്ലാം കൂടി സം എടുക്കുക. 56,136 എന്ന് പറയുന്ന ഒരു ടൈം കിട്ടി. അതിനെ ഡിവൈഡ് ബൈ 50,000, അതായത് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും സെയിം ആയിരുന്നു. സോ അല്ലാന്നുണ്ടെങ്കിൽ പ്രൊജക്ട് ബിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഡിവൈഡ് ചെയ്തു അതിനുശേഷം നമുക്ക് കിട്ടിയത് 1.12 ആണ്. സോ 1.12 നമുക്ക് കിട്ടിയത് 1.07 ആണ്. സോ 1.12 ഈസ് ബെറ്റർ, ദാറ്റ് ഈസ് പ്രൊജക്ട് ബി ഈസ് ബെറ്റർ. ഓൾസോ നമ്മൾ പ്രൊജക്ട് ബി ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് IRR മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. ചിലപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ്റുന്നിടത്തോളം നോക്കുക. ഇനിയിപ്പോൾ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇതാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റത്തെ മെത്തേഡ്. ഇതിന് കൂടാതെ ഞാൻ ഒരു മെത്തേഡ് കൂടി പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിടുന്നതിൽ വലിയ കുഴപ്പങ്ങൾ വരില്ല, അതായത് ചോയ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇതൊരു ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് റേറ്റ് ആണ്. നോക്കുക, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് എ ഡിസ്കൗണ്ട് റേറ്റ് അറ്റ് വിച്ച് ഒരു സ്പെസിഫിക് പോയിന്റ് ഉണ്ട് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഫ്യൂച്ചറിലുള്ള ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്ന ടൈം ഈക്വൽ ആവുന്ന ആ ഒരു റേറ്റിനെയാണ് നമുക്ക് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത്രയും മാത്രം ഓർത്ത് നോക്കുക, ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ ഫ്യൂച്ചറിലെ ക്യാഷ് ഇൻഫ്ലോ അതിൻ്റെ ടോട്ടൽ എപ്പോഴാണോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഈക്വൽ ആകുന്നത്, ഒരു പർട്ടിക്കുലർ റേറ്റിലെത്തുമ്പോൾ അത് ഈക്വൽ ആവും. അപ്പോൾ ആ ഒരു റേറ്റിനെയാണ് നമ്മളിവിടെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് പ്രോബ്ലം വരുന്ന രണ്ട് തരത്തിലാണ്. നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഇയർലി ക്യാഷ് ഇൻഫ്ലോ വരാം, അതല്ലെങ്കിൽ അൺഈക്വൽ ആയിട്ടുള്ളത് വരാം. നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. നിങ്ങൾ ആ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എഴുതി മനസ്സിലാക്കി പോവാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചെയ്തു പോയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നോക്കാം. അതായത് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് PV ഫാക്ടർ. ഓക്കെ, PV ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? അതായത് PV ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ വെച്ച് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കൊല്ലം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നു എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കുന്നത്. ഇതിനൊരു ഭംഗിക്ക് PV ഫാക്ടർ പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏറ്റവും ആദ്യമേ നമ്മൾ പഠിച്ച ഒരു മെത്തേഡിൻ്റെ ഒരു ഐഡിയ വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 6,000 രൂപയാണ് തന്നിരിക്കുന്നത്. എൻ്റെ ആനുവൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് 2,000 രൂപയായിട്ട് തന്നിട്ടുണ്ട്. PV ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മുടെ PV ഫാക്ടർ നമ്മളായിട്ട് കണ്ടുപിടിച്ചാണ് എന്താണ് 6,000 ഡിവൈഡ് ബൈ 2,000 ചെയ്ത് 3 നമുക്ക് വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഈ 3 വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെച്ച് പറയുകയാണ്, നമുക്കിനി അങ്ങ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് 2 ടേബിൾസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഒരെണ്ണം അന്വിറ്റി ടേബിളും അതേപോലെ ഒരെണ്ണം ഒരു PV വാല്യൂൻ്റെ ഒരു ടേബിളും വരുന്നുണ്ട്. ഈ 2 ടേബിൾ നമുക്ക് എക്സാമിന് കൊണ്ടുപോകാമെന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങളുടെ കോളേജിലെ ഫാക്കൽറ്റി ആയിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചേക്കാം. നമുക്കിവിടെ നമുക്ക് കുറച്ച് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉണ്ടാകും. അപ്പോൾ ആ വാല്യൂ നമുക്ക് ആ ടേബിളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇനി അതല്ല ക്വസ്റ്റ്യനിൽ നമുക്ക് വാല്യൂ തരുമോ നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ടേബിൾ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ല. പ്രിൻ്റ് എടുക്കാനുള്ള ടേബിളിൻ്റെ ഒരു PDF കൂടി നമ്മൾ നോട്ട്സിൻ്റെ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടുത്തെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ 5 ഇയർ കാണാം. അതുപോലെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത്രയും ഭാഗം ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഫൈനൽ നോട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എററെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇയർ എന്ന് പറയുന്നത് 5 കൊല്ലമാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്തത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ PV ഫാക്ടറെ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് PV ഫാക്ടർ. PV ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചെയ്തു. നമുക്കപ്പോൾ 3 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടി. അതാണ് നമ്മുടെ PV ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അന്വിറ്റി ടേബിൾ എടുക്കും. അന്വിറ്റി ടേബിൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് റോയിൽ, അതായത് നമുക്കിവിടെ തന്നേക്കുന്ന എത്ര ഇയർ ആണ്? 5 ഇയർ ആണല്ലേ? അപ്പോൾ ഈ 5 എന്ന് പറഞ്ഞ ഇയറിൻ്റെ റോയിലേക്ക് നമ്മൾ പോകാൻ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ PV ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അന്വിറ്റി ടേബിളിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ അന്വിറ്റി ടേബിൾ. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പീരിയഡ്സ് എന്ന് പറഞ്ഞ് ഈ ഒരു കോളം നോക്കുക. ഇവിടെ നമ്മുടെ പീരീഡ് എന്ന് പറയാൻ അത്രയാണ് നമുക്കറിയാം 5 ആയിരുന്നു അല്ലേ? നമുക്ക് 5 കൊല്ലത്തെ കാര്യമാണ് പറഞ്ഞത്. സോ ഈ 5 എന്ന് പറഞ്ഞ റോ എടുക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ 5ൻ്റെ റോയിൽ നമുക്കിവിടെ 1%, 2%, 3% അങ്ങനെ തന്നിട്ടുണ്ട്.
നോക്കുക, നമുക്ക് എവിടെയാണ് നമ്മൾ 3 എന്ന് പറഞ്ഞ വാല്യൂ, നമ്മൾ പി വി ഫാക്ടർ കണ്ടുപിടിച്ച എത്രയായിരുന്നു? പി വി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നതായിരുന്നു 3 എന്ന് പറഞ്ഞ വാല്യൂ. സോ ഈ 3 എന്ന് പറഞ്ഞ വാല്യൂ ഇതിൻ്റെ അകത്ത് ഏറ്റവും അടുത്തുള്ള ഒരു റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുക. സോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇത് ഇവിടെ 4.8 ആയിരുന്നു, 4.7, 4.5, ദെൻ 4.4 എത്തി, കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. നോക്കേണ്ടത് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 5 ആണ് നമ്മൾ നോക്കേണ്ടത്. നോക്കി പോകുന്നു. സോ നമുക്ക് 3.2 എത്തി. ഇത് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ 18% നമുക്ക് 3.1 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതേപോലെ 19 എത്തിയപ്പോൾ 3.058 എന്ന് പറഞ്ഞ് കിട്ടി. 20 എത്തിയപ്പോൾ നമുക്ക് 2.99 കിട്ടി. ഇവിടെ നമ്മൾ എടുക്കേണ്ട ഒരു റേഞ്ചാണ്. അതായത് നമ്മുടെ എക്സാക്ട് വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരുന്നു. സോ 3-നേക്കാളും തൊട്ട് മുമ്പുള്ള ഒരു പെർസെൻറ്റേജ് എടുക്കുക. അതേപോലെ 3-നേക്കാളും തൊട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു പെർസെൻറ്റേജ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും 18-ഉം 20 നമുക്ക് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 19-ഉം 20 എടുക്കാം. ഓക്കെ, എന്തായാലും ഈ 17, 20 ഒന്നും എടുക്കരുത്. നമ്മൾ ടെക്സ്റ്റിൽ എടുത്തിരിക്കുന്നത് 18-ഉം 20 ആണ്. അതുകൊണ്ട് ഞാൻ 18, 20 ഞാൻ ഇവിടെ ഫോളോ ചെയ്യുവാണ്. ഏറ്റവും കറക്റ്റ് എന്ന് പറയുന്നത് 19 ആണ്. കാര്യം നിങ്ങൾ നോക്കുക, 3.058-ന് 2.991. ഓക്കെ, ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആയിരിക്കും നമുക്ക് 3 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി കിട്ടുന്നത്. പക്ഷേ ടെക്സ്റ്റിൽ എടുത്തിരിക്കുന്നത് ഈ 19 സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. 3.127, അതായത് 18-ഉം 20 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യനിൽ ഏതാണ് അതിൻ്റെ ഒരു റേഞ്ച് എടുക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 4 ആണെന്ന് വിചാരിക്കാം. 4 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്? 5 ഇയറിലാണ്, എത്രയാണ് ഇയർ എന്ന് നോക്കി 5 തന്നെയാണെങ്കിൽ 4 എന്ന് പറഞ്ഞിട്ട് ഒരു റേഞ്ച് എടുക്കുക. സോ 4 എന്ന് പറഞ്ഞാൽ റേഞ്ച് എന്ന് പറയാൻ എന്താ, ഇവിടെയാണ് നമുക്ക് 4 വന്നേക്കുന്നത് അല്ലേ? സോ നമുക്ക് ഇവിടെ എടുത്തിട്ട് 18%, 20% ആണ്. നമ്മൾ അന്യൂറ്റി ടേബിളിൽ നിന്നും 18% നമുക്ക് ആ വാല്യൂ കിട്ടിയിരിക്കുന്നത് 3.127 എന്നാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. പി വി ഫാക്ടർ നമുക്കിവിടെ കിട്ടിയത് 3 ആയിരുന്നു. സോ 3-ന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് നമ്മുടെ എമ്മിൻ്റെ വാല്യൂ ഇവിടെ 5 ആണ്. സോ 5 എന്ന് പറഞ്ഞ റോയിൽ നമുക്ക് 3-ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 3-ൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന 2 വാല്യൂസ് നമ്മൾ എടുത്തേക്കുമാണ് ചെയ്തേക്കുന്നത്. സോ ടെക്സ്റ്റിൽ 18-ഉം 20 ആണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 19-ഉം 20 എടുക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ചെറിയൊരു വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ 18, 20 ആയതുകൊണ്ട് അത് ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ 18 എടുത്തു. 18-ന് കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയാൻ 3.127 ആണ്. അത് നമ്മൾ എടുത്ത് എഴുതി വെച്ചു. അതേപോലെ തന്നെ 20 കറസ്പോണ്ടിങ് 2.900 ആണ്. സോ ഇവിടെ വെച്ച് നമുക്ക് പറയാവുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ IRR വാല്യൂ എന്ന് പറഞ്ഞാൽ 18-നും 20-ക്കും ഇടയ്ക്കായിരിക്കും വരുന്നത്. സോ ഇതിന് കറക്റ്റ് എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ കറക്റ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് നമ്മളോട് ചെയ്യുന്നത് ബേസിക്കലി. ഇത് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഇത്രേ ഉള്ളൂ. നമ്മുടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എത്രയാണ്? 2000 rupees ആണ് അല്ലേ? സോ ഈ 2000-നെ നമ്മൾ ഈ കിട്ടിയ വാല്യൂ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 2000 ഇൻറ്റു ആദ്യമേ നമ്മൾ കിട്ടിയത് നമുക്ക് 18%. 18% നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 3.127 ആണ്. സോ 3.127 നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. സോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി 6256 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടി. അതേപോലെ അടുത്ത ലിമിറ്റ് ആയിട്ടുള്ള 2.900 നമ്മൾ ആനുവൽ ഇൻഫ്ലോ ആയിട്ടുള്ള 2000 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. സോ നമുക്ക് കിട്ടി 5800 എന്ന് പറഞ്ഞ് കിട്ടി. സോ ഇത് രണ്ടുമാണ് നമുക്ക് ഇവിടുത്തെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു? നമ്മൾ 6000 rupees ആയിരുന്നു. അത് നമുക്ക് ക്വസ്റ്റിനെ തന്നിട്ടുള്ള വാല്യൂ ആണ്. ഓക്കെ, ഈ 6000-നെ നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഈ കിട്ടിയ വാല്യൂ ആയിട്ട് നമ്മൾ മൈനസ് ചെയ്യാം. സോ നമ്മൾ ആദ്യമേ 6254 നിന്ന് നമ്മൾ 6000 കുറച്ചു. നമുക്ക് എന്ത് കിട്ടി? 254 കിട്ടി. എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് 254 ആണ്. സോ നമുക്ക് ഒരു വാല്യൂ പ്ലസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത വാല്യൂ 5800 നിന്ന് നമ്മൾ ഈ പറയുന്ന 6000 കുറച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു മൈനസ് വാല്യൂ കിട്ടത്തുള്ളൂ അല്ലേ? 5800 നിന്ന് 6000 കുറച്ച് നമുക്ക് -200 കുറവുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് പോസിറ്റീവ്, ഒരെണ്ണത്തിന് മൈനസും കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് ഇതുപോലെ കൺഫേം ചെയ്യുവാണ്. അതായത് നമ്മൾ ചെയ്തെത്തിയത് ഇത്രയും വരെ ചെയ്തെത്തിയത് ശരിയാണ് എന്ന് പറയാൻ നമ്മുടെ IRR വാല്യൂ എന്ന് പറയുന്നത് 18%-നും 20%-നും ഇടയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഇത്രയും മാത്രം ചെയ്ത് വെക്കുക. അതായത് പ്രസൻറ്റ് വാല്യൂ മാത്രം കണ്ടുപിടിക്കാം. ഞാൻ ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നമ്മൾ എങ്ങനെയാണ് NPV പോസിറ്റീവ്, NPV നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ജസ്റ്റ് കിട്ടിയ വാല്യൂവിന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റർപോളേഷൻ എന്ന് പറഞ്ഞ് പ്രോസസ്സ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ഫോർമുല പഠിച്ചു നോക്കുക. ഈ ഫോർമുലയിലേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ന് പറയാൻ ഒന്നുമില്ല. ആദ്യമേ L എന്ന് പറഞ്ഞാൽ ലോവർ ഡിസ്കൗണ്ട് റേറ്റ് ആണ്. സോ ലോവർ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നേക്കുന്ന ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജ് നമ്മൾ എടുത്തേക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, 18-നും 20-ആണ് നമ്മൾ ഇവിടെ എടുത്തത്. സോ ആ 18 ആണ് നമ്മുടെ ലോവർ എന്ന് പറയുന്നത്. ഹയർ H എന്ന് പറഞ്ഞ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് ഏറ്റവും വലിയ ലിമിറ്റ് ഏതായിരുന്നു? 20 ആണ് നമ്മളിവിടെ എടുത്തത്. സോ അത് നമ്മളിവിടെ കൊടുക്കുന്നു. അതേപോലെ P1 എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടിയ വാല്യൂ പ്രസൻറ്റ് വാല്യൂ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ലോവർ ഡിസ്കൗണ്ട് റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുത്തു. നമുക്ക് 6254 കിട്ടി. അപ്പോൾ ആ വാല്യൂ ആണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് ലോവർ റേറ്റ്. ലോവർ റേറ്റ് എന്തായിരുന്നു നമുക്കറിയാം. ആ പെർസെൻറ്റേജ് ആണ് നമുക്ക് ലോവർ റേറ്റ്.
നിങ്ങൾ സ്വാഭാവികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 5800 ലോവർ റേറ്റ് എന്നുള്ള രീതിക്ക് നമ്മളത് തമ്മിൽ തിരിച്ചെഴുതി വെക്കരുത്. അത് ജസ്റ്റ് മാറിപ്പോവും, അത് നോർത്ത് വെച്ചേക്കുക. നമ്മളതെടുത്തു. അതേപോലെ P2 എന്ന് പറഞ്ഞാൽ നമുക്ക് PV ആയിട്ട് ഹയർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് 5800. Q എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അത് 6000 രൂപ എന്ന് പറയാം. നമ്മൾ ഈക്വേഷനിലേക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ H - L എന്ന് പറയുക ടൈം ചെയ്യുക. അതുപോലെ തന്നെ P - Q ചെയ്യുക. ദെൻ P1 - P2 ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുക. പിന്നെ കിട്ടുന്ന ഒരു ആൻസറിന് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അതിലേക്ക് നമ്മൾ L എന്ന് പറഞ്ഞ വാല്യൂ പ്ലസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് 90.12 കിട്ടും. ഇനി അതേസമയം നിങ്ങൾ കുറച്ചും കൂടി വലിയൊരു വാല്യൂ, അതായത് 19 20 ആയിരുന്നു എടുത്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആൻസറിനേക്കാളും കുറച്ചും കൂടി വലിയൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ അതും ശരി തന്നെയാണ്. ഇനി അടുത്ത കേസാണ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്ന അൺഈക്വലായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് വരുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെ ഫസ്റ്റ് സ്റ്റെപ്പില്ല, സ്റ്റെപ്പ് ഏത് ചെയ്യുന്നത് ആവറേജ് ക്യാഷ് ഇൻഫ്ലോ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അതായത് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ ആദ്യത്തെ കൊല്ലം 12,000 കിട്ടി, രണ്ടാമത്തെ കൊല്ലം 4,000 കിട്ടി, മൂന്നാമത്തെ കൊല്ലം 2,000 കിട്ടി. അതായത് ഓരോ കൊല്ലം നമുക്ക് പൈസ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പറയാം ഇൻഫ്ലോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തത് എങ്ങനെയാണ്, നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് 6,000 രൂപയാണ് എല്ലാ കൊല്ലവും എനിക്ക് കിട്ടുന്നതെന്ന് അല്ലേ. ഇവിടെ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ അൺഈക്വലാണ്. ഓക്കെ, അങ്ങനെ ഒരു എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യമേ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാം. ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂട്ടുക. നമുക്ക് എത്രയാണ് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൊല്ലം ഡിവൈഡ് ചെയ്യുക. സോ ഇതെല്ലാം കൂടി കൂട്ടുക. അതായത് ഇവിടെ 12,000, 4,000, 2,000, then again ഒരു 10,000. സോ ഇത്രയും കൂട്ടുക. ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം, 4 ചെയ്യുക. 4 നമുക്ക് ക്വസ്റ്റിന് തന്നേക്കുന്നതാണ്. ഗിവൺ ഇയേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് ആവറേജ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് കിട്ടി. അതായത് 7,000 ആണ് നമ്മുടെ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ഇക്വേഷനകത്തൊന്നും കാണാതെ പഠിക്കേണ്ടിയിരുന്നു. ജസ്റ്റ് നിങ്ങൾ കൂട്ടുക, ഡിവൈഡ് ചെയ്യുക, ഇങ്ങനെ ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ PV ഫാക്ടറിൻ്റെയാണ് കണ്ടുപിടിക്കുന്നത്. സോ PV ഫാക്ടർ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ, അതായത് തൊട്ട് മുമ്പുള്ള കേസിൽ നമ്മൾ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കും നമ്മളോട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആവറേജ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് 7,000 ആയിരുന്നു നമുക്കവിടെ ഉണ്ടായിരുന്നത്. 22,000 ആണ് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 22K ആയിരുന്നു. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ ഡിവൈഡ് ബൈ 7,000 ചെയ്തു. അപ്പോൾ നമുക്ക് 3.14 എന്ന് കിട്ടി. സോ കാൽക്കുലേഷൻസ് നമ്മൾ ആദ്യമേ ചെയ്ത് നോക്കാൻ എടുക്കുന്ന വാല്യൂ PV ഫാക്ടറുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്. ഓക്കെ, ഇനി നമ്മൾ അന്യൂറ്റി ടേബിൾ എടുത്തു. 3.14 എന്ന് പറയുന്നതിനെ നമ്മൾ അന്യൂറ്റി ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. സോ അന്യൂറ്റി ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് ഉപയോഗിച്ച ടേബിൾ തന്നെയാണ്. അവിടെ നമ്മൾ 3.14 ആണ് നമ്മളിവിടെ നോക്കേണ്ടത്. നമ്മുടെ ഇയർ എന്ന് പറയുന്നത് എത്രയാണ്, നമ്മളിവിടെ 4 ഇയേഴ്സ് ആയിരുന്നു പറഞ്ഞത്. സോ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ 4 എന്ന് പറഞ്ഞ് പോയി നമ്മൾ ഈ ഒരു കറസ്പോണ്ടിങ് വാല്യൂ 3.14 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് എവിടെയാണ് വരുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്കിപ്പം നമ്മുടെ PV ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്, 3.14 ആണ്. സോ 3.14ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള N എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, നമ്മുടെ N എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആയിരുന്നു. ഓക്കെ, N എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 4 ആണ്. അപ്പോൾ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ റോയാണ് നമുക്കിവിടെ നോക്കേണ്ടത്. നമുക്ക് വേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. നമ്മളവിടെ നോക്കിപ്പോവാണ് 3.8, 3.7, 3.6 കിട്ടി, 3.5 എന്ന് നമ്മൾ നോക്കിപ്പോയി 3.17. ഓക്കെ, 3.17 എന്ന് പറയുന്നുണ്ട്. 3.14 ആണ് നമുക്ക് വരുന്നത്. നമുക്കിവിടെ വേണ്ടത് 2 വാല്യൂസാണ്. അതായത് ഒരു ലോവർ ബൗണ്ടുമാണ്, ഒരു അപ്പർ ബൗണ്ടുമാണ്. സോ നമ്മൾ ആദ്യമായിട്ട് ഈ പറയുന്ന 10% കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ എടുത്ത് വെച്ചേക്കാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത വാല്യൂ വെച്ച് നമ്മൾ പിന്നെയും കാൽക്കുലേഷൻസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മളിവിടെ 10% കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3.170 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ട്രയലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന 10% ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. എങ്ങനെയാണ് 1/1+r ഓൾ പവർ n ഒതുക്കുക. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം, 1+r സ്ഥാനത്ത് നമുക്കിവിടെ 10% ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എടുത്തിങ്ങനെ ട്രയൽ റേറ്റ് ആണ് 10%. സോ 10% എന്ന് പറഞ്ഞാൽ 0.10 ആണ് അല്ലേ. ആറിന് വാല്യൂ ഇവിടെ 0.10 ആണ്. സോ നമ്മൾ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1+r ഓൾ പവർ എന്ത് ചെയ്യാം, n കൊടുക്കുക. എന്നിട്ട് വരെ ആദ്യമേ ഇയർ 1 നമുക്ക് 1 കൊടുക്കുക, ഇയർ 2 എത്തുമ്പോൾ 2 കൊടുക്കുക, ഇയർ 3 എത്തുമ്പോൾ 3 കൊടുക്കുക, ഇയർ 4 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഫാക്ടറിന് നമുക്ക് PV ടേബിൾ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അതായത് നമ്മൾ ഈ 1/1+r പവർ ഓർ എന്നീ ചെയ്ത് നമുക്ക് ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടല്ലോ, ഇത് നമുക്ക് ടേബിളിലുണ്ട്. അപ്പോൾ നമുക്ക് PV ടേബിൾ, അതായത് പ്രസൻറ്റ് വാല്യൂ ടേബിൾ എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഡിസ്കൗണ്ട് ഫാക്ടർ എടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ PV ടേബിൾ. ഇവിടെ നമുക്ക് നോക്കേണ്ടത് 10% ആയിരുന്നു. 10%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ കൊല്ലത്തെയും വാല്യൂ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇയർ 1 വരുമ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടറാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഡിസ്കൗണ്ട് ഫാക്ടറാണ് നമുക്ക് ഈ ടേബിൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. 10% ഡിസ്കൗണ്ട് റേറ്റ് എന്നുണ്ടെങ്കിൽ നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് ഇയറിൽ വരുന്ന ഡിസ്കൗണ്ട് റേറ്റ് ആണ് 0.909.
സെക്കൻഡ് ഇയറിലേക്ക് എത്തിയപ്പോൾ 0.8261 വന്നു, തേർഡ് ഇയറിൽ 0.751 വന്നു, ഫോർത്ത് ഇയറിലേക്ക് എത്തിയപ്പോൾ 0.683 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്കറിയാവുന്ന ഫോർമുലയാണ് 1/1+r ഓൾ പവർ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് ഐമീൻ്റെ 1, 2, 3 കൊടുത്താൽ നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. നമ്മളതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓരോ ഇയറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഓൾറെഡി പറഞ്ഞതാണ്. നമുക്കറിയാം അത് PV ടേബിളിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്കറിയാം ഓരോ ഇയറിലും നമുക്ക് ഈ പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഓരോ ഇയറിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ക്വസ്റ്റിന് തന്നേക്കുന്നതാണ്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് വന്നേക്കുന്നത് ഈ പറയുന്ന 12,000 റുപ്പീസാണ്. സെക്കൻഡ് ഇയറിലേക്ക് നമുക്ക് 4,000 റുപ്പീസ് കിട്ടിയുള്ളൂ. തേർഡ് ഇയറിൽ 2,000 ആണ്. സോ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓരോ ഡിസ്കൗണ്ട് ഫാക്ടറും കറസ്പോണ്ടിങ് ഇയറുമായിട്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ് ചെയ്തേക്കുന്നത്. സോ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടും. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ നമുക്ക് ഇത്ര ടൈംസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതെന്താ ചെയ്യേണ്ടത്, ഇനി ഇതിൻ്റെ എല്ലാം കൂടി നമ്മൾ സം എടുക്കും. സം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ മൊത്തം ഈ ഒരു പ്രസൻറ്റ് വാല്യൂവിനെ മൊത്തം നമ്മൾ സം എടുത്തു. സോ സം എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് 22,544 ആണ്. സോ നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് 22,544 നിന്ന് 22,000 ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ 544 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. സോ എന്ന് പറഞ്ഞാൽ NPV പോസിറ്റീവാണ്. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ആദ്യത്തെ അതായത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ലിമിറ്റായിട്ട് നമുക്ക് ഈ ഒരു പെർസെൻറ്റേജ് എടുക്കണം എന്ന് പറഞ്ഞ് നമുക്ക് 10% എടുക്കാം. ഇനി നമുക്കറിയാം ഇതിപ്പോൾ പോസിറ്റീവാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. എന്ത് NPV എന്ന് പറഞ്ഞത് നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഒരു നെഗറ്റീവ് വാല്യൂ കൂടി നമുക്ക് കണ്ടുപിടിക്കാം. സോ എന്നാൽ മാത്രമേ നമുക്കൊരു ലിമിറ്റ് എടുക്കുള്ളൂ. സോ നമുക്കിവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് കിട്ടി, ആ പെർസെൻറ്റേജ് ആണ് 10. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഫോർമുലയ്ക്ക് നമുക്ക് ഇട്ട് കൊടുത്തു നമുക്ക് കറസ്പോണ്ടിങ് കൃത്യമായിട്ടുള്ള റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ 10% തൊട്ട് മുമ്പിലേക്ക്, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അതല്ല, നമുക്ക് ആദ്യമേ നമുക്ക് നമുക്ക് കിട്ടിയതൊരു നെഗറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനേക്കാളും ലോവർ ആയിട്ടുള്ളൊരു റേറ്റ് നമ്മൾ എടുത്തതിനേക്കാളും. ഓക്കെ, നമുക്ക് ഈ ഒരു കേസിൽ ആദ്യമേ പോസിറ്റീവ് കിട്ടി. സോ അതുകൊണ്ട് തന്നെ ഇത് ഹയർ റേറ്റാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. സോ നമ്മൾ 12% എടുത്തു. ഓക്കെ, ഈ 12% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ഫാക്ടറാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. PV ടേബിളിൽ നിന്ന് നമുക്ക് ഈ ഫാക്ടർ കിട്ടും. സോ 12 എടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 11 എടുത്ത് നോക്കാം. 11 എടുത്ത് കഴിയുമ്പോൾ എന്താണ് വരുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 12 എടുത്തു. സോ 12 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് ഞങ്ങൾക്ക് കിട്ടി. ഇതിനെന്താണ് ചെയ്യുന്നത്, ഓരോ കൊല്ലത്തെയും നമ്മൾ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. സോ നമുക്കപ്പോൾ പ്രസൻറ്റ് വാല്യൂ കിട്ടി. ഇതെല്ലാം കൂടി ഞാൻ സം ചെയ്തപ്പോൾ എനിക്കൊരു എമൗണ്ട് കിട്ടി. ആ എമൗണ്ടിൽ നിന്ന് എൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ മൈനസ് ചെയ്തു. സോ അപ്പോൾ എനിക്കിവിടെ ഒരു മൈനസ് എന്ന് പറഞ്ഞൊരു ടൈമാണ് കിട്ടിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ നെഗറ്റീവ് ടൈം കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്, എനിക്കൊരു റേഞ്ച് കിട്ടിയിട്ടുണ്ട്, അതായത് 10-നും 12-നും ഇടയ്ക്ക്. ഓക്കെ, പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, സോ IRR എന്ന് പറയുന്നത് 10-നും 12-നും ഇടയ്ക്കായിരിക്കും നമ്മളിവിടെ കിട്ടുന്നത് അല്ലേ. അത് നമ്മൾ മനസ്സിലാക്കി. നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കി, നമ്മൾ ഓരോന്നാക്കി എടുത്താണ് നമ്മൾ മനസ്സിലാക്കി എടുത്തത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രയൽ ആൻഡ് മറ്റേതാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്കറിയാം നേരത്തെ ഇക്വേഷൻ തന്നെയാണ്. നമുക്കിവിടെ L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആയിരുന്നു, അതേപോലെ H എന്ന് പറഞ്ഞാൽ ഹയർ ആയിരുന്നു. സോ നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ P1 എന്ന് പറയാൻ നമ്മൾ ലോവർ വെച്ച് നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു ഫുൾ എമൗണ്ടിനെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സം ചെയ്തെടുത്ത് ആ ഒരു എമൗണ്ടാണ് എടുക്കുന്നത്. സോ നമ്മൾ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ പ്രോപ്പറായിട്ടുള്ള ബ്രാക്കറ്റ്സ് അതേപോലെ ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം ആൻസറായിട്ട് നമുക്ക് 11.27 എന്ന് പറഞ്ഞൊരു പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ അസ്യൂം ചെയ്ത് എങ്ങനെയായിരുന്നു, 10-നും 12-നും ഇടയ്ക്കായിരിക്കും നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു. സോ നമുക്ക് ആൻസറായിട്ട് 11.27 കിട്ടിയിട്ടുണ്ട്. ഇത്രയും മെത്തേഡ്സാണ് നമുക്ക് സിലബസിൽ എക്സാക്ട്ലി പറഞ്ഞിട്ടുള്ളത്. അഡീഷണൽ ആയിട്ട് ഒരു മെത്തേഡ് കൂടെ ഉണ്ട്, അതാണ് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. DODS ഒന്ന് കേട്ട് പോവാം. നെറ്റ് ടെർമിനൽ വാല്യൂ അല്ലെങ്കിൽ NTV മെത്തേഡ് എന്ന് പറയാം. ഇവിടേക്ക് വരുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുവാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം എവിടം വരെ, നമ്മൾ പ്രൊജക്റ്റ് തീരുന്നിടം വരെ ഓരോ കൊല്ലവും വരുന്ന പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ NTV = പ്രസൻറ്റ് വാല്യൂ മൈനസ് പ്രൊജക്ട് കോസ്റ്റ് ആണ്. ഇപ്പോൾ പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയാൻ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. പിന്നെ അതിനുശേഷം NTV എന്ന് പറഞ്ഞാൽ >0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാം, ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു എക്സാമ്പിൾ നോക്കാം, ഇതുവഴി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 20,000 ആണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ 5 years പറഞ്ഞിട്ടുണ്ട്. ആനുവൽ ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ 5,000 ആണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് ദി ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 10% തന്നിട്ടുണ്ട്. അതേപോലെ റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് തന്നിട്ടുണ്ട് 8%, 8%, 9%, 6%, 5%. നമ്മൾ ഈ ഒരു ടേബിളായിട്ട് കൺസെപ്റ്റ് ചെയ്യാണ്ട് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 5 years ആണ്. സോ ഇയറിൻ്റെ റോസ് എന്ന് പറയുന്നത് നമുക്ക് 5 എടുക്കാം, അതായത് 1, 2, 3, 4, 5 വരെ എടുക്കാം. ഓരോ കൊല്ലവും നമുക്ക് വരുന്ന ഇൻഫ്ലോ ആണ് നമ്മുടെ ഇവിടെ അടുത്ത കോളത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്കെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് എല്ലാ കോളത്തിലും 5,000 എഴുതിയിരിക്കുന്നത്. ഈ ഒരു കോളത്തിന് നമുക്ക് ആവശ്യമില്ല.
അതായത് എത്ര കൊല്ലത്തേനാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും പ്രൊജക്ട് ലൈഫ് 5 കൊല്ലം ആയതുകൊണ്ട് ബാക്കി 4 കൊല്ലത്തേനും കൂടിയാണ് നമ്മളിത് വരുന്നത്. നോട്ട്സിൽ ഞാൻ ക്ലിയർ ചെയ്തോളാം, പ്രശ്നമില്ല. നമുക്ക് റേറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 8%, 8%, അതിനുശേഷം 9%, 6%, 5% നമ്മൾ കൊടുക്കുക. അതേപോലെ നമുക്ക് കോമ്പൗണ്ട് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടൈം കൂടി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിച്ച പോലെ തന്നെയാണ്. കോമ്പൗണ്ട് ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: 1 + r ഓൾ പവർ n ആണ് വരുന്നത്. ഫസ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? n 1 കൊടുക്കുക. സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ n 2 കൊടുക്കുക. സോ അങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഓരോ കൊല്ലവും ആറിൻ്റെ വാല്യൂ മാറുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓരോ കൊല്ലത്തെയും കോമ്പൗണ്ട് ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഇൻഫ്ലോനെ കോമ്പൗണ്ട് ഫാക്ടറായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. സോ അങ്ങനെ കോമ്പൗണ്ടഡ് സം എന്ന് പറഞ്ഞ എമൗണ്ട് കണ്ടുപിടിക്കാം. സോ 5000 × 1.360 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6800 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഈ 5000 × 1.260 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6300 കിട്ടും. അങ്ങനെ ഓരോ കൊല്ലത്തെ നമുക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം ഇതിനെ മൊത്തം നമ്മളുടെ സം ചെയ്തേക്കാണ് ചെയ്തേക്കുന്നത്. അതിനാണ് അങ്ങനെ നമുക്ക് 29,330 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ടോട്ടൽ കോമ്പൗണ്ടഡ് സം എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യമാണ് നമ്മളോട് PV ഫാക്ടർ എന്ന് പറയുന്ന ടൈം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ 10% PV ഫാക്ടർ കണ്ടുപിടിക്കാം, ഡയറക്റ്റ് കേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്. ഡിസ്കൗണ്ട് ഫാക്ടറാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ബൈ 1 + r ഓൾ പവർ n ചെയ്യാം, നമുക്കറിയാവുന്നതാണ്. സോ നമുക്കിത് 5 കൊല്ലത്തിന് വരുന്നത് 0.621 എന്നാണ്. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കിട്ടിയ എമൗണ്ടിനെ നമ്മൾ ഇൻറ്റു ഈ ഒരു ഫാക്ടർ ചെയ്യാം. സോ നമുക്ക് ഫൈനൽ ആൻസറായിട്ട് 18,215 എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് ആയിരിക്കും വരുന്നത്. അങ്ങനെ കിട്ടിയ എമൗണ്ടിനെ നമ്മുടെ മെയിൻ ഇക്വേഷനായിട്ടുള്ള NTV = പ്രസൻറ്റ് വാല്യൂ മൈനസ് പ്രൊജക്ട് കോസ്റ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 18,215. അതിൽ നമ്മുടെ പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് 20,000 ആയിരുന്നു. സോ അത് മൈനസ് ചെയ്യുക. സോ നമുക്കൊരു മൈനസ് ടൈമാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. സോ എന്ന് പറഞ്ഞാൽ NTV ഇവിടെ നെഗറ്റീവാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് കൊള്ളില്ലെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇനി അതേസമയം നിങ്ങൾക്ക് ഇതൊരു പോസിറ്റീവ് ടൈമായിരുന്നു കിട്ടിയെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രൊജക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഡിസിഷൻ ഓൾറെഡി ഇവിടെ പറഞ്ഞാണ്. NTV എന്ന് പറഞ്ഞാൽ >0 ആണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, <0 ആണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. സോ ഇതാണ് നമ്മുടെ NTV, നെറ്റ് ടെർമിനൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ പറയാനുള്ളത്. അതായത് നമ്മുടെ സിലബസ് എല്ലാം തീർന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാർട്ട് ഇച്ചിരി ലെങ്ത് കൂടിപ്പോയിട്ടുണ്ട്. കാരണം നമുക്ക് പ്രോബ്ലംസ് എല്ലാം കൂടി ഒരു ഒറ്റ പാർട്ടിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാ പ്രോബ്ലവും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തന്നെ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഡിസ്കസ് ചെയ്യാം. അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാർട്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. താങ്ക് യു.